Good evening, all. Today's our discussion is about Citizenship Act of 1955. Do you know about this act? Recently, the government of India delivered the rules regarding this act. അപ്പോൾ ഇന്ന് നമ്മുടെ ഡിസ്കഷൻ എന്ന് പറയുന്നത് സിറ്റിസൺഷിപ്പ് ആക്ട് ഓഫ് 1955 2019 വന്നിരിക്കുന്ന അമെന്റ്മെന്റിനെ കുറിച്ചിട്ടാണ്. ഇങ്ങനെ ഒരു ആക്ടിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഓക്കെ. അപ്പോ നമ്മുടെ പൗരത്വവുമായി ബന്ധപ്പെട്ട ഒരു പ്രധാനപ്പെട്ട ആക്ട് ആണ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ 1955 കൊണ്ടുവന്ന ആക്ടിന്റെ ഒരു ചേഞ്ച് ആണ്, ഒരു അമെന്റ്മെന്റ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ ആദ്യം പൗരത്വവുമായി ബന്ധപ്പെട്ട്, സിറ്റിസൺഷിപ്പുമായി ബന്ധപ്പെട്ട് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ, അതായത് കോൺസ്റ്റിറ്റ്യൂഷനിലും മറ്റ് നിയമങ്ങളിലും പറഞ്ഞിരിക്കുന്ന കുറച്ച് കാര്യങ്ങളെ കുറിച്ച് നമുക്ക് ആദ്യം ഡിസ്കസ് ചെയ്യാം. അപ്പോ ആദ്യമായിട്ട് നമുക്ക് ഇന്നത്തെ ഡിസ്കഷനെ എന്തുകൊണ്ടാണ് ഇന്നത്തെ ഈ ഒരു ഡിസ്കഷൻ എന്തുകൊണ്ടാണെന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാം. Recently, government has notified the rules for the implementation of Citizenship Amendment Act of 2019. അതായത് 2019 കൊണ്ടുവന്ന ആക്ട് ആയിരുന്നു ഏതെന്ന് പറയുന്നത് സിറ്റിസൺഷിപ്പ് അമെന്റ്മെന്റ് ആക്ട്. ആ ഒരു ആക്ടിന്റെ റൂളാണ് ഇപ്പോ ഇംപ്ലിമെന്റ് ചെയ്തിരിക്കുന്നത്. യെസ്, റീസെന്റ് 2023 ഇംപ്ലിമെന്റ് ചെയ്യുന്നത്. അപ്പോ ആദ്യമായിട്ട് നമുക്ക് ഈ റൂൾസ്, ലോസ്, വേരിയസ് കോൺസ്റ്റിറ്റ്യൂഷൻ ആക്ട്സ്, ഇതിനെ കുറിച്ചാവും ആദ്യം ഡിസ്കഷൻ. നമുക്കറിയാം, കോൺസ്റ്റിറ്റ്യൂഷന്റെ വ്യത്യസ്ത ആർട്ടിക്കിളുകളെ കുറിച്ച് നമുക്കറിയാം, പാർട്സുകളെ കുറിച്ച് അറിയാം, വ്യത്യസ്ത നിയമങ്ങൾ, അതായത് പാർലമെന്റും സ്റ്റേറ്റ് അസംബ്ലീസും ഉണ്ടാക്കുന്ന നിയമങ്ങളെ കുറിച്ച് അറിയാം, റൂൾസുകളെ കുറിച്ച് നമ്മൾ കേട്ട് കാണും, റൂൾസ്. അപ്പൊ ഇതൊക്കെ തമ്മിൽ എന്താണ് വ്യത്യാസം എന്ന് നമുക്ക് പലർക്കും അറിഞ്ഞുകൂടായില്ല. ആദ്യം നമുക്ക് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനെ കുറിച്ച് നമുക്ക് ആദ്യം ഡിസ്കസ് ചെയ്യാം. 1950 ജനുവരി 26 നിലവിൽ വന്ന നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ, ആ ഒരു കോൺസ്റ്റിറ്റ്യൂഷനിൽ നിലവിൽ ഏകദേശം 460ഓളം ആർട്ടിക്കിൾസ് ഉണ്ട്, 25 പാർട്സുകളുണ്ട്, 12 ഷെഡ്യൂളുകളുണ്ട്. ഇതാണ് നമ്മുടെ ഭരണഘടന. ആ ഒരു ഭരണഘടനയ്ക്ക് പുറമെ തന്നെ വ്യത്യസ്ത നിയമങ്ങൾ നിലവിൽ ഇന്ത്യയിലുണ്ട്. ഏകദേശം 2000 മുകളിൽ ആക്ടുകൾ, നിയമങ്ങൾ പാർലമെന്റും വ്യത്യസ്ത സംസ്ഥാന ഗവൺമെന്റുകളും പാസ്സാക്കിയ നിയമങ്ങൾ ഇന്ത്യയിലുണ്ട്, അതായത് ലോസ്. ഈ നിയമങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നതിനാണ് റൂൾസ് ആരുണ്ടാക്കുന്നത്? ബ്യൂറോക്രാറ്റ്സ് ഉണ്ടാക്കുന്നത് റൂൾസ്. അതായത് നമുക്ക് ഒരു സ്കെൽറ്റൻ, മനുഷ്യ ശരീരത്തിലെ സ്കെൽറ്റനുമായി നമുക്ക് ഈ പാർലമെന്റും നിയമസഭ അസംബ്ലി ഉണ്ടാക്കുന്ന നിയമങ്ങളെ ഉപമിക്കുകയാണെങ്കിൽ, കമ്പയർ ചെയ്യുകയാണെങ്കിൽ, ബാക്കി ശരീരഭാഗത്തിന്റെ ബാക്കി ഭാഗങ്ങളാണ് ഏതെന്ന് പറയുന്നത് റൂൾസ്. അതായത് ഒരു നിയമം കൃത്യമായി നടപ്പിലാക്കുന്നതിന്റെ പ്രൊസീജിയറും ബാക്കി കാര്യങ്ങളെല്ലാം ഡിസ്കസ് ചെയ്യുന്നതാണ് റൂൾസ്. ഈ ഒരു കാര്യം മനസ്സിലായോ? ഓക്കെ. അപ്പോ 2019 കൊണ്ടുവന്ന ഒരു ആക്ട് ആയിരുന്നു സിറ്റിസൺഷിപ്പ് അമെന്റ്മെന്റ് ആക്ട്. അതായത് 1955 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ കൊണ്ടുവന്ന ആക്ടിൽ വലിയൊരു ചേഞ്ച് 2019 കൊണ്ടുവന്നു. ആ ഒരു അമെന്റ്മെന്റ് ആക്ടിന്റെ റൂള് 4 വർഷത്തിന് ശേഷം ഇപ്പോഴാണ് ഇറങ്ങുന്നത്. ഇതിന് വലിയൊരു വാർത്താ പ്രാധാന്യമുണ്ട്. അതായത് ഒരു വലിയൊരു വാർത്താ പ്രാധാന്യം, പൊളിറ്റിക്കലി വലിയൊരു ന്യൂസും ആണ്. അതായത് ഇപ്പോഴുള്ള ഗവൺമെന്റിന്റെ ഒരു പോളിസിയുടെ ഭാഗം കൂടിയാണ്. അപ്പൊ എന്താണ് ഈ ഒരു ആക്ട്, എന്താണ് ഈ റൂള് എന്ന് നമുക്ക് ആദ്യം പരിചയപ്പെടാം. അപ്പോ 1955 സിറ്റിസൺഷിപ്പ് ആക്ടിന്റെ ഒരു അമെന്റ്മെന്റ് ആണ് 2019 കൊണ്ടുവന്ന ഈ ഒരു അമെന്റ്മെന്റ്. എന്താണ് ഇതിന്റെ കാര്യം നോക്കാം. With the notification of the rules, the central government has eased the process of granting Indian citizenship to members of Hindu, Sikh, Buddhist, Jain, Parsi and Christian communities from Pakistan, Bangladesh
and Afghanistan who entered India before December 31st, 2014. ഇതാണ് ഈ ഒരു ആക്ടിന്റെ ചേഞ്ച് എന്ന് പറയുന്നത്. നമുക്കറിയാം ഇന്ത്യൻ പൗരത്വം ലഭിക്കുന്നതിന് വ്യത്യസ്ത വഴികളുണ്ട്. ഇന്ത്യൻ പൗരത്വം ലഭിക്കുന്നതിന് വ്യത്യസ്ത വഴികളുണ്ട്. ആ ഒരു വഴികളിൽ നാച്ചുറലൈസേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വേ, അതായത് ഇന്ത്യയിൽ തുടർച്ചയായി 12 വർഷം താമസിക്കുന്ന ആളിന് ലഭിക്കുന്ന ഇന്ത്യൻ പൗരത്വ റൈറ്റ്സ്, അവകാശം, ആ ഒരു റൈറ്റ്സിലുള്ള ഒരു റിലാക്സേഷൻ ആണ് ഈ ഒരു ആക്ടിൽ പാകിസ്ഥാനിൽ നിന്നും അഫ്ഗാനിസ്ഥാനിൽ നിന്നും ബംഗ്ലാദേശിൽ നിന്നും വന്നിരിക്കുന്ന ഈ സൂചിപ്പിച്ചിരിക്കുന്ന ഹിന്ദു, സിഖ്, ബുദ്ധിസ്റ്റ്, ജെയിൻ, പാഴ്സി ആൻഡ് ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റീസിന് കൊടുക്കുന്ന ഒരു സ്പെഷ്യൽ റിലാക്സേഷനെ കുറിച്ചിട്ടാണ് ഈ ഒരു ആക്ട്. പലർക്കും മനസ്സിലായി കാണും. ഇനി മനസ്സിലായില്ലെങ്കിലും കുഴപ്പമില്ല, ഞാൻ ഒന്നുകൂടി എക്സ്പ്ലെയിൻ ചെയ്യാം. ആദ്യമായിട്ട് നമുക്ക് ഇന്ത്യൻ ഭരണഘടനയിലും ഈ ഇന്ത്യൻ പൗരത്വത്തെ കുറിച്ചുള്ള നിയമവും എന്തൊക്കെയാണെന്ന് ആദ്യം പരിശോധിക്കാം. കോൺസ്റ്റിറ്റ്യൂഷൻ ആൻഡ് ലീഗൽ പ്രൊവിഷൻസ് ഓഫ് ഇന്ത്യൻ സിറ്റിസൺഷിപ്പ്. നമ്മൾ എല്ലാം ഇന്ത്യൻ പൗരന്മാരാണ് അല്ലെ. അപ്പോ എങ്ങനെയാണ് ഒരാൾക്ക് ഇന്ത്യൻ പൗരത്വം ലഭിക്കുന്നത്? ഏതെല്ലാം വഴിയിലൂടെയാണ് ഇന്ത്യൻ പൗരത്വം ലഭിക്കുന്നത്? ഇനി എന്തെല്ലാം വഴികളിലൂടെ ഇന്ത്യൻ പൗരത്വം ഒരാൾക്ക് നഷ്ടപ്പെടാം? ഇങ്ങനെയാണ് ഈ ഒരു കാര്യമാണ് നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എന്നിട്ടാകാം ഇതിൽ ഒന്നിലുള്ള മാറ്റം. അപ്പോൾ കൃത്യമായിട്ട് നമുക്ക് ഓരോ കാര്യങ്ങളും മനസ്സിലാക്കാൻ സാധിക്കും. ആദ്യമായി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ കൊടുത്തിരിക്കുന്ന കാര്യത്തെക്കുറിച്ച് നമുക്ക് പരിശോധിക്കാം. അതായത് കോൺസ്റ്റിറ്റ്യൂഷന്റെ പാർട്ട് 2 ഇന്ത്യൻ പൗരത്വത്തെ കുറിച്ച് പറയുന്നത്. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ പാർട്ട് 2. നിലവിൽ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ എത്ര പാർട്ട് ഉണ്ട്? 25 പാർട്ട് അല്ലെ. 25 പാർട്ട്, 25 പാർട്സ് ഇൻ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. അതിന്റെ സെക്കൻഡ് പാർട്ടിലാണ് ഇന്ത്യൻ സിറ്റിസൺഷിപ്പിനെ കുറിച്ച് പറയുന്നത്. അത് തന്നെ ആർട്ടിക്കിൾ 5 മുതൽ ആർട്ടിക്കിൾ 11 വരെയാണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ പാർട്ട് 2ൽ സിറ്റിസൺഷിപ്പിനെ കുറിച്ച് പറയുന്നത്. ഈ ഒരു കാര്യം മനസ്സിലായോ? ഈ ഒരു പോയിന്റ് മനസ്സിലായോ? അതായത് ഇന്ത്യൻ പൗരത്വത്തെ കുറിച്ച് പറയുന്ന കോൺസ്റ്റിറ്റ്യൂഷന്റെ പാർട്ട് ഏതാണ്? ഏത് പാർട്ടിലാണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ പറയുന്നത്? ആർട്ടിക്കിൾ 5 to ആർട്ടിക്കിൾ 11 ഡീൽസ് വിത്ത് ഇന്ത്യൻ സിറ്റിസൺഷിപ്പ്. ഒരാൾക്ക് എങ്ങനെയെല്ലാം ഇന്ത്യൻ പൗരത്വം ലഭിക്കാം, ആ ഒരു ആർട്ടിക്കിളെ കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയി ഒന്ന് ഡിസ്കസ് ചെയ്യാം. ആർട്ടിക്കിൾ 5, the subject matter is citizenship at the commencement of the constitution. എന്നാണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ നിലവിൽ വന്നതെന്ന് അറിയോ? ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ നിലവിൽ വന്നത് 1950 ജനുവരി 26 അല്ലേ? നമ്മളെല്ലാം റിപ്പബ്ലിക് ഡേ 1950 ജനുവരി 26, അതായത് നമ്മളെല്ലാം റിപ്പബ്ലിക് ഡേ ആയി ആചരിക്കുന്ന ആ ഒരു സമയത്ത് ഇന്ത്യയിലുള്ള എല്ലാ ആളുകൾക്കും ഇന്ത്യൻ പൗരത്വം ലഭിക്കുന്ന ഒരു പ്രൊവിഷനാണ് ആർട്ടിക്കിൾ 5 കൊടുത്തിരിക്കുന്നത്. അപ്പൊ എന്താണ് ആർട്ടിക്കിൾ 5 പറഞ്ഞിരിക്കുന്നത്? സിറ്റിസൺഷിപ്പ് അറ്റ് ദി കമൻസ്മെന്റ് ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ. സ്വാഭാവികം അല്ലേ? ഇന്ത്യയിലുള്ള എല്ലാ ആളുകൾക്കും ഇന്ത്യൻ പൗരത്വം ലഭിക്കുന്ന ഒരു വ്യവസ്ഥ. അത് മനസ്സിലായോ? ആർട്ടിക്കിൾ 5 ആരെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? ചോദിച്ചോളൂ. ഓക്കെ, ഡൗട്ട്സ് ഒന്നുമില്ല എന്ന് വിചാരിക്കുന്നു. ആർട്ടിക്കിൾ 5 വളരെ ക്ലിയർ ആണ്. അതായത് 1950 ജനുവരി 26 ഇന്ത്യയിലുള്ള എല്ലാ ആളുകൾക്കും ഇന്ത്യൻ പൗരത്വം. പക്ഷെ കുറച്ച് എക്സെപ്ഷൻ കേസുകൾ നമുക്ക് പരിചയപ്പെടാം. കുറച്ച് എക്സെപ്ഷൻ കേസുകൾ, അതായത് ഇന്ത്യയിലുള്ള എല്ലാ ആളുകളും എന്ന് പറയുമ്പോൾ ഫോറിനേഴ്സ് ഇന്ത്യയിൽ ഉണ്ടാവാം. ശരിയല്ലേ? ഫോറിനേഴ്സ്
അങ്ങനെ ഒരു തോട്ട് നിങ്ങളുടെ മനസ്സിൽ പോയോ? ഇന്ത്യയിലുള്ള ഫോറിനേഴ്സ് ആംഗ്ലോ ഇന്ത്യൻ വിടുവോ? ആംഗ്ലോ ഇന്ത്യൻസ് പെട്ട ആളുകൾ, അതായത് അവർക്ക് ഇന്ത്യൻ പൗരത്വം ലഭിക്കും. പക്ഷേ വിസ ഡോക്യുമെന്റോ പാസ്പോർട്ടോ ഉൾപ്പെടെ ഇന്ത്യയിലേക്ക് വന്നിരിക്കുന്ന ഫോറിനേഴ്സ് അവർക്ക് ഇന്ത്യൻ പൗരത്വം ലഭിക്കില്ല. ഡിപ്ലോമാറ്റ്സ്, മറ്റു രാജ്യങ്ങളുടെ നയതന്ത്ര പ്രതിനിധികൾ, അവർക്ക് ഇന്ത്യൻ പൗരത്വം ലഭിക്കില്ല. മൂന്നാമത്തെ വിഭാഗത്തിൽപ്പെട്ട ആളുകളാണ് ഇന്ത്യയുടെ ഏലിയൻസ്, അതായത് എനിമി ഏലിയൻസ്. അതായത് ഇന്ത്യ നമുക്കറിയാം പാകിസ്ഥാനുമായും ചൈനയുമായും പല യുദ്ധങ്ങളും നടന്നിട്ടുണ്ട്. അപ്പോ അത്തരത്തിലുള്ള ഇന്ത്യയുടെ എനിമി ഏലിയൻസിൽപ്പെട്ട ആളുകൾക്കും ഇന്ത്യൻ പൗരത്വം ലഭിക്കില്ല. ബാക്കിയുള്ള എല്ലാ ആളുകൾക്കും ഇന്ത്യൻ പൗരത്വം ലഭിക്കുന്ന ഒരു വ്യവസ്ഥയാണ് ആർട്ടിക്കിൾ 5 കൊടുത്തിട്ടുള്ളത്, ദ സിറ്റിസൺഷിപ്പ് അറ്റ് ദി കമൻസ്മെന്റ് ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ. അതാണ് ആർട്ടിക്കിൾ 6, റൈറ്റ്സ് ഓഫ് സിറ്റിസൺഷിപ്പ് of certain person who have migrated to India from Pakistan. അതായത് പാകിസ്ഥാനിൽ നിന്നും ഇന്ത്യയിലേക്ക് കുടിയേറി പാർത്തിരിക്കുന്ന ആളുകൾക്കുള്ള സിറ്റിസൺഷിപ്പ് റൈറ്റ്സ്. പാകിസ്ഥാനിൽ നിന്നും ഇന്ത്യയിലേക്ക് കുടിയേറി പാർത്തിയുള്ള ആളുകൾക്ക് ലഭിക്കുന്ന സിറ്റിസൺഷിപ്പ് റൈറ്റ്സ്. ആർട്ടിക്കിൾ 7 നമുക്ക് നോക്കുകയാണെങ്കിൽ ഒന്നുകൂടി സ്പെസിഫിക് ആണ്. അതായത് റൈറ്റ്സ് ഓഫ് സിറ്റിസൺഷിപ്പ് ഓഫ് സർട്ടൻ മൈഗ്രൻസ് ടു പാകിസ്ഥാൻ. ആദ്യം ഇന്ത്യയിൽ നിന്നും പാകിസ്ഥാനിലേക്ക് പോയി വീണ്ടും അവർ തിരിച്ചു വന്നിട്ടുള്ള ആളുകൾ. അപ്പൊ ആർട്ടിക്കിൾ 6ഉം ആർട്ടിക്കിൾ 7ഉം ഏകദേശം സെയിം ആണ്. ആർട്ടിക്കിൾ 6ഉം ആർട്ടിക്കിൾ 7ഉം ഏകദേശം സെയിം ആണ്. ഒരേ ഒരു ഡിഫറൻസേ ഉള്ളൂ. എന്താണ് ഡിഫറൻസ് മനസ്സിലായോ? അതായത് ആർട്ടിക്കിൾ 6ൽ പാകിസ്ഥാൻ പ്രവിശ്യയിൽ നിന്നും ഇന്ത്യയിലേക്ക് നേരിട്ട് കുടിയേറി പാർത്ത ആളുകൾ. ആർട്ടിക്കിൾ 7 എന്ന് പറയുന്നത് ആദ്യം ഇന്ത്യയിൽ നിന്ന് പാകിസ്ഥാനിലേക്ക് കുടിയേറി. അതായത് 1947 ആ ഒരു സമയത്ത് ഓഗസ്റ്റ് മാസത്തിൽ ഇന്ത്യയിൽ നിന്ന് പാകിസ്ഥാനിലേക്ക് കുടിയേറി. പിന്നീട് പാകിസ്ഥാനിലെ അവിടുത്തെ ജീവിത സാഹചര്യങ്ങളും അവിടുത്തെ ഗവൺമെന്റ് സിസ്റ്റം ഒക്കെ എല്ലാം മനസ്സിലാക്കി ഇന്ത്യയാണ് ഒരു ബെറ്റർ നേഷൻ എന്നുള്ള ഒരു തോട്ടിന്റെ അടിസ്ഥാനത്തിൽ അവർ തിരിച്ച് ഇന്ത്യയിലേക്ക് വന്ന ആളുകൾ. അവർക്ക് ലഭിക്കുന്ന പൗരത്വ റൈറ്റ്സ് ആണ് ആർട്ടിക്കിൾ 7ൽ പറഞ്ഞിട്ടുള്ളത്. ഈ ആർട്ടിക്കിൾ 6ഉം ആർട്ടിക്കിൾ 7ഉം തമ്മിലുള്ള ഡിഫറൻസ് മനസ്സിലായോ? ഡൗട്ട്സ് ഉണ്ട് ചോദിച്ചോളൂ. ആർക്കും ഡൗട്ട്സ് ഉണ്ട് ചോദിച്ചോളൂ. ഈസിയാണ് അല്ലേ? ഈസിയാണ്. ഓക്കെ. അപ്പോ ആർട്ടിക്കിൾ 6ലും ആർട്ടിക്കിൾ 7ലും പാകിസ്ഥാനിൽ നിന്നും ഇന്ത്യയിലേക്ക് വന്ന ആളുകൾക്കുള്ള സിറ്റിസൺഷിപ്പ് റൈറ്റ്സ് ആണ് സൂചിപ്പിച്ചിരിക്കുന്നത്. ഇനി ആർട്ടിക്കിൾ 8ൽ പറയുന്നത് റൈറ്റ്സ് ഓഫ് സിറ്റിസൺഷിപ്പ് ഓഫ് സർട്ടൻ പേഴ്സൺ ഓഫ് ഇന്ത്യൻ ഒറിജിൻ. ഇന്ത്യൻ വംശജർ. ഈ ഒരു വിഭാഗം ആളുകളെ കുറിച്ച് നിങ്ങൾ കേട്ട് കാണും അല്ലെ? ഇന്ത്യൻ വംശജർ. പല സമയങ്ങളിലും നമ്മൾ വലിയ രീതിയിലുള്ള അച്ചീവ്മെന്റ്സ് നേടിയ പല ആളുകളെയും നമ്മൾ പരിചയപ്പെടാറുണ്ട്. കൽപ്പന ചൗള, ഇന്ത്യൻ വംശജയായിട്ടുള്ള കൽപ്പന ചൗള. ഇവര് കേട്ടിട്ടുണ്ടോ കൽപ്പന ചൗള? കമല ഹാരിസ് കേട്ടിട്ടുണ്ടോ ഇങ്ങനെ ഒരു പേര്? കമല ഹാരിസ്. കമല ഹാരിസ് വൈസ് പ്രസിഡന്റ് ഓഫ് അമേരിക്ക. ദ വൈസ് പ്രസിഡന്റ് ഓഫ് അമേരിക്ക. അപ്പോ ഇത്തരത്തിൽ മുമ്പ് ഇന്ത്യൻ വംശജരായിരിക്കുന്ന, അതായത് മുമ്പ് അവരുടെ പാരന്റ്സോ ഗ്രാൻഡ് പാരന്റ്സോ ഇന്ത്യയിൽ താമസിക്കുകയും ഇന്ത്യൻ പൗരന്മാരായിരിക്കുന്ന ആളുകൾ, അത്തരം ആളുകളെയാണ് നമ്മൾ എന്ന് പറയുന്നത് പേഴ്സൺ ഓഫ് ഇന്ത്യൻ ഒറിജിൻ, PIO, പേഴ്സൺ ഓഫ് ഇന്ത്യൻ ഒറിജിൻ, ഇന്ത്യൻ വംശജർ. ഇങ്ങനെ PIO കാർഡിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? PIO കാർഡ് നമ്മുടെ ഡ്രൈവിംഗ് ലൈസൻസ് ഒക്കെ പോലെ ഈ PIO കാർഡ് ഹോൾഡേഴ്സിനൊക്കെ കേട്ടോ. അതായത് ഈ പേഴ്സൺ ഓഫ് ഇന്ത്യൻ ഒറിജിൻ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ സ്പെഷ്യൽ കാർഡ് ഇത്തരം ഇന്ത്യൻ വംശജർക്ക് നമ്മൾ ഇഷ്യൂ ചെയ്യുന്നുണ്ട്, ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഇഷ്യൂ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഒരു വ്യക്തികൾക്ക് അവർക്ക് എത്ര സമയം വേണമെങ്കിലും
ഇന്ത്യ വിസിറ്റ് ചെയ്ത് തിരിച്ചു പോകാനുള്ള, അതായത് ഒരു വിസ ഫ്രീ ആയിട്ടുള്ള കാർഡാണ്. അതായത് ഇന്ത്യ സന്ദർശിക്കാൻ അവർക്ക് പ്രത്യേക വിസ എടുക്കേണ്ട ആവശ്യമില്ല. അവരുടെ രാജ്യത്തിന്റെ പാസ്പോർട്ടും ഈ ഒരു PIO കാർഡ് ഉണ്ടെങ്കിൽ അവർക്ക് എത്ര തവണ വേണമെങ്കിലും ഇന്ത്യ അവർക്ക് സന്ദർശിക്കാം. അപ്പൊ അത്തരത്തിലുള്ള പല രീതിയിലുള്ള റൈറ്റ്സിനെ കുറിച്ചൊക്കെയാണ് എന്ന് പറയുന്നത് ഈ ആർട്ടിക്കിൾ 8 കുറിച്ച് പറയുന്നത്. റൈറ്റ്സ് ഓഫ് സിറ്റിസൺഷിപ്പ് ഓഫ് സർട്ടൻ പേഴ്സൺ ഓഫ് ഇന്ത്യൻ ഒറിജിൻ റിസൈഡിങ് ഔട്ട്സൈഡ് ഇന്ത്യ. ഇന്ത്യക്ക് പുറത്ത് താമസിക്കുന്ന പേഴ്സൺ ഓഫ് ഇന്ത്യൻ ഒറിജിൻ ആളുകൾക്ക് ലഭിക്കുന്ന സിറ്റിസൺഷിപ്പ് റൈറ്റ്സ്. Then next one, Article 9. Person voluntarily acquiring citizenship of a foreign state not to be citizens. ഇനി ഇന്ത്യൻ പൗരന്മാരായിരിക്കുന്ന ഒരു വ്യക്തി, ഇന്ത്യൻ പൗരനായിരിക്കുന്ന അല്ലെങ്കിൽ ഇന്ത്യൻ പൗരിയായിരിക്കുന്ന ഒരു വ്യക്തി അവർ മറ്റു രാജ്യത്തിന്റെ പൗരത്വം എടുക്കുന്നതിലൂടെ ഓട്ടോമാറ്റിക്കലി ഇന്ത്യൻ പൗരത്വം നഷ്ടപ്പെടുന്ന ഒരു വ്യവസ്ഥയാണ് ആർട്ടിക്കിൾ 9 പറഞ്ഞിട്ടുള്ളത്. നിങ്ങൾ ബോളിവുഡ് ഫിലിംസിലെ അക്ഷയ് കുമാറിനെ കേട്ടിട്ടുണ്ടോ? അക്ഷയ് കുമാർ. അതെ. അതായത് ഫുൾ പാട്രിയോട്ടിസം ഉള്ള പല ഫിലിംസിലും സ്റ്റാറായി അഭിനയിച്ചിട്ടുള്ള വ്യക്തിയായിരുന്നു അക്ഷയ് കുമാർ. പക്ഷേ അവർ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് കാനഡ സിറ്റിസൺഷിപ്പ്, അവർ കാനഡൻ സിറ്റിസൺഷിപ്പ് എടുത്തു. അവർക്ക് ഓട്ടോമാറ്റിക്കലി ഇന്ത്യൻ പൗരത്വം നഷ്ടപ്പെട്ടു. പക്ഷെ അവർ റീസെന്റ് ഇന്ത്യൻ പൗരത്വത്തിനായി വീണ്ടും അപേക്ഷിച്ചിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. അപ്പോ ഒരാൾ ഇന്ത്യൻ പൗരനായിരിക്കുന്ന ഒരാൾ മറ്റു രാജ്യത്തിന്റെ പൗരത്വം എടുക്കുന്നതിലൂടെ ഇന്ത്യൻ പൗരത്വം ഓട്ടോമാറ്റിക്കലി നഷ്ടപ്പെടുന്ന ഒരു വ്യവസ്ഥയാണ് ആർട്ടിക്കിൾ 9 പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നിങ്ങൾക്ക് സ്വാഭാവികമായിട്ടും ഒരു സംശയം കാണും. ചിലരെങ്കിലും പല ന്യൂസുകളും കണ്ടു കാണും. അതായത് ഒന്നിലധികം രാജ്യങ്ങളുടെ പൗരത്വം ഉള്ള ആളുകളെ കുറിച്ച്. അത് ശരിയാണ്. അതായത് ലോകരാജ്യങ്ങളിൽ 50% രാജ്യങ്ങൾ ഒന്നിലധികം പൗരത്വം സ്വീകരിക്കുന്ന രാജ്യങ്ങളാണ്. വെരി എക്സാമ്പിൾ അമേരിക്ക. അപ്പോ 50% രാജ്യങ്ങൾ ഡ്യുവൽ സിറ്റിസൺഷിപ്പ് അല്ലെങ്കിൽ മോർ ദാൻ ഡ്യുവൽ സിറ്റിസൺഷിപ്പ് അതിന് അംഗീകരിക്കുന്ന രാജ്യങ്ങളാണ്. പക്ഷെ ഇന്ത്യ ഒരു സിംഗിൾ സിറ്റിസൺഷിപ്പ് അംഗീകരിക്കുന്ന രാജ്യമാണ്. അതായത് ഏക പൗരത്വം എന്ന പോളിസി അംഗീകരിക്കുന്ന രാജ്യമാണ് ഇന്ത്യ. അപ്പോൾ ഇന്ത്യൻ പൗരനായിരിക്കുന്ന അല്ലെങ്കിൽ ഇന്ത്യൻ പൗരിയായിരിക്കുന്ന ഒരു വ്യക്തി മറ്റു രാജ്യത്തിന്റെ പൗരത്വം എടുക്കുന്നതിലൂടെ ഓട്ടോമാറ്റിക്കലി ഇന്ത്യൻ പൗരത്വം നഷ്ടപ്പെടുന്ന വ്യവസ്ഥയാണ് ആർട്ടിക്കിൾ 9 പറഞ്ഞിട്ടുള്ളത്. ആ ഒരു കാര്യം മനസ്സിലായോ? മനസ്സിലായി സർ. ഇനി ആർക്കെങ്കിലും മനസ്സിലായോ ചോദിച്ചോളൂ. സർ, ഈ റെഫ്യൂജീസ് ഇല്ലേ, പറഞ്ഞോളൂ. അവർക്ക് സിറ്റിസൺഷിപ്പ് കൊടുക്കുവോ? ഞാൻ ആ ഒരു കാര്യത്തിലേക്ക് വരാം. വളരെ ഇമ്പോർട്ടന്റ് ആയിരിക്കുന്ന ഒരു ചോദ്യമാണ് അവർ ചോദിച്ചിരിക്കുന്നത്. റെഫ്യൂജീസ്, നമുക്ക് ആ ഒരു കാര്യം ജസ്റ്റ് ഒന്ന് മാറ്റി നിർത്താം. കാരണം റെഫ്യൂജീസ് വലിയൊരു ചോദ്യചിഹ്നമുള്ള ഒരു കാര്യമാണ്. നമുക്ക് ജസ്റ്റ് ഒന്ന് മാറ്റി നിർത്തിയിട്ട് ഡീറ്റെയിൽ ആയി നമുക്ക് നെക്സ്റ്റ് പോർഷനിൽ ഡിസ്കസ് ചെയ്യാം. പോരെ? ഓക്കെ. യെസ് സർ. അടുത്ത ആർട്ടിക്കിൾ ആണ് ആർട്ടിക്കിൾ 10, കണ്ടിന്യൂവൻസ് ഓഫ് റൈറ്റ്സ് ഓഫ് സിറ്റിസൺഷിപ്പ്. അപ്പോ മുകളിൽ സൂചിപ്പിക്കുന്ന പല ആക്ടുകളും നമ്മളെ ബാധിക്കുന്ന കാര്യങ്ങളല്ല. അതായത് പാകിസ്ഥാനിൽ നിന്നും ഇന്ത്യയിലേക്ക് കുടിയേറി പാർത്തിരിക്കുന്ന ആളുകൾക്ക് ലഭിക്കുന്ന പൗരത്വ റൈറ്റ്സ്, അല്ലെങ്കിൽ ഇന്ത്യൻ വംശജരായിരിക്കുന്ന ആളുകൾക്ക് ലഭിക്കുന്ന ഇന്ത്യൻ പൗരത്വ റൈറ്റ്സ്, ദെൻ ഇന്ത്യൻ പൗരത്വം നഷ്ടപ്പെടുന്ന വ്യവസ്ഥകളെ, ഇങ്ങനെയൊക്കെ മുമ്പത്തെ ആർട്ടിക്കിൾ 5, ആർട്ടിക്കിൾ 6, ആർട്ടിക്കിൾ 7, ആർട്ടിക്കിൾ 8, ആർട്ടിക്കിൾ 9 ഒക്കെ പറഞ്ഞു. ഇതൊന്നും നമ്മളെ ബാധിക്കുന്ന കാര്യങ്ങളെ അല്ല. പക്ഷേ ആർട്ടിക്കിൾ 10 ഇന്ത്യയിൽ നിലവിൽ ജീവിക്കുന്ന ഇന്ത്യൻ പൗരനായിരിക്കുന്ന അല്ലെങ്കിൽ ഇന്ത്യൻ പൗരിയായിരിക്കുന്ന ഓരോ വ്യക്തിയെയും സ്വാധീനിക്കുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 10, ദ കണ്ടിന്യൂവൻസ് ഓഫ് റൈറ്റ്സ് ഓഫ് സിറ്റിസൺഷിപ്പ്. അത് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്ത്യൻ പൗരനായിരിക്കുന്ന അല്ലെങ്കിൽ ഇന്ത്യൻ പൗരിയായിരിക്കുന്ന ഒരു വ്യക്തി പാർലമെന്റും
സ്റ്റേറ്റ് ഗവൺമെന്റ്സും ഉണ്ടാക്കുന്ന നിയമങ്ങൾ, ആ നിയമങ്ങൾ അനുസരിക്കാൻ ബാധ്യസ്ഥരാണ്. അവർക്ക് ഇന്ത്യൻ പൗരത്വം കണ്ടിന്യൂ ചെയ്യുവാൻ പാർലമെന്റും സ്റ്റേറ്റ് അസംബ്ലീസും ഉണ്ടാക്കുന്ന നിയമങ്ങൾ അനുസരിക്കുവാൻ അവർ ബാധ്യസ്ഥരാണ്. ദ കണ്ടിന്യൂൻസ് ഓഫ് റൈറ്റ്സ് ഓഫ് സിറ്റിസൺഷിപ്പ്. ആർട്ടിക്കിൾ 10 എന്താണ് സൂചിപ്പിക്കുന്നത്? കണ്ടിന്യൂൻസ് ഓഫ് റൈറ്റ്സ് ഓഫ് സിറ്റിസൺഷിപ്പ്. പാർലമെന്റും സ്റ്റേറ്റ് അസംബ്ലീസും ഉണ്ടാക്കുന്ന നിയമങ്ങൾ, ആ നിയമങ്ങൾ അനുസരിച്ച് അവർ ഇന്ത്യൻ പൗരനായിരിക്കുന്ന അത്രയും കാലം ഇന്ത്യയിലുള്ള നിയമങ്ങൾ അനുസരിക്കാൻ അവർ ബാധ്യസ്ഥരാണ് എന്ന് പറയുന്നതാണ് ആർട്ടിക്കിൾ 10. അപ്പോൾ ഇന്ത്യയിൽ നിലവിലുള്ള 130 കോടി ജനങ്ങളുടെയും ബാധിക്കുന്ന ഒരു ആർട്ടിക്കിൾ ആണ് ആർട്ടിക്കിൾ 10. മനസ്സിലായോ? ഓക്കെ. അടുത്ത ആർട്ടിക്കിൾ ആണ് ആർട്ടിക്കിൾ 11. ദ പാർലമെന്റ് ടു റെഗുലേറ്റ് റൈറ്റ്സ് ഓഫ് സിറ്റിസൺഷിപ്പ് ബൈ ലോ. പാർലമെന്റ് ടു റെഗുലേറ്റ് ദ റൈറ്റ്സ് ഓഫ് സിറ്റിസൺഷിപ്പ് ബൈ ലോ. അതായത് ഈ സിറ്റിസൺഷിപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ നിയമങ്ങൾ നിർമ്മിക്കുന്ന ആ ഒരു അധികാരം ഉള്ളത് ആർക്കാണ്? പാർലമെന്റിനാണ്. നോട്ട് ഫോർ സ്റ്റേറ്റ് അസംബ്ലീസ്. അതായത് സ്റ്റേറ്റ് അസംബ്ലീസിന് ഇങ്ങനെ ഒരു അധികാരമില്ല. അപ്പൊ നമ്മൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ യൂണിയൻ ലിസ്റ്റിൽപ്പെട്ട ഒരു പ്രൊവിഷനാണ് സിറ്റിസൺഷിപ്പ്. പാർലമെന്റിന് മാത്രമേ ഈ ഒരു കാര്യത്തിൽ നിയമം നിർമ്മിക്കാൻ അധികാരമുള്ളൂ. മനസ്സിലായോ? ആർട്ടിക്കിൾ 11 മനസ്സിലായോ? ഓക്കെ. ഈ ഒരു ആർട്ടിക്കിൾ 11ന്റെ ആ ഒരു റൈറ്റ്സ്, ആ ഒരു അധികാരം ഉപയോഗിച്ചിട്ടാണ് സെൻട്രൽ ഗവൺമെന്റ് 1955 ഇങ്ങനെ ഒരു ആക്ട് കൊണ്ടുവന്നത്. സിറ്റിസൺഷിപ്പ് ആക്ട് ഓഫ് 1955. സിറ്റിസൺഷിപ്പ് ആക്ട് ഓഫ് 1955. അപ്പോ കോൺസ്റ്റിറ്റ്യൂഷന്റെ ആർട്ടിക്കിൾ 5 മുതൽ ആർട്ടിക്കിൾ 11 വരെയുള്ള കാര്യത്തിൽ ഏതെങ്കിലും കാര്യത്തിൽ ഡൗട്ട്സ് ഉണ്ട് ചോദിച്ചോളൂ. ഏതെങ്കിലും ആർട്ടിക്കിളിൽ ഡൗട്ട്സ് ഉണ്ട് ചോദിച്ചോളൂ. നമ്മൾ ഇനി അടുത്തതായി 1955 ആക്ടിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിനു മുമ്പ് ഈ ഒരു ആർട്ടിക്കിളുകളിൽ ഏതെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ. ഇനി ഏതെങ്കിലും ആർട്ടിക്കിൾ വീണ്ടും റിപ്പീറ്റ് ചെയ്യണമെങ്കിൽ പറഞ്ഞോളൂ. അപ്പൊ ആർട്ടിക്കിൾ 5 എന്താണ് പറയുന്നത്? ആർട്ടിക്കിൾ 5 ഇന്ത്യയിലുള്ള എല്ലാവർക്കും ഇന്ത്യൻ പൗരത്വം. ഇന്ത്യയിലുള്ള എല്ലാവർക്കും. ഏത് സമയത്ത് ഇന്ത്യയിലുള്ള ആളുകളാണ്? 1950. അതെ, 1950 ജനുവരി 26. അതായത് ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്ന ആ ഒരു സമയം. ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്ന ആ ഒരു സമയം. അറ്റ് ദി കമൻസ്മെന്റ് കേട്ടോ. ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്ന ആ ഒരു സമയത്ത് ഇന്ത്യയിലുള്ള എല്ലാവർക്കും. എന്താണ് ആർട്ടിക്കിൾ 6? പാകിസ്ഥാൻ ഇന്ത്യ വന്നവർക്ക് സിറ്റിസൺഷിപ്പ്. പാകിസ്ഥാനിൽ നിന്നും ഇന്ത്യയിലേക്ക് കുടിയേറി പാർക്കുന്ന ആളുകൾക്ക് ലഭിക്കുന്ന ഇന്ത്യൻ പൗരത്വ അവകാശം. എന്താണ് ആർട്ടിക്കിൾ 7? ഇന്ത്യയിൽ നിന്ന് പാകിസ്ഥാനിൽ പോയവര് പിന്നെ പാകിസ്ഥാനിൽ തിരിച്ചു വന്നവര് അവർക്ക് സിറ്റിസൺഷിപ്പ്. അവർക്കുള്ള സ്പെഷ്യൽ റൈറ്റ്സ്. Then what is Article 8? Right to citizenship of persons of Indian origin. Person of Indian origin. Person of Indian origin. ഇന്ത്യൻ വംശജരായിരിക്കുന്ന ആളുകൾക്കുള്ള സിറ്റിസൺഷിപ്പ് റൈറ്റ്സ്. ഇന്ത്യൻ വംശജരായിരിക്കുന്ന ആളുകൾക്ക് ലഭിക്കുന്ന സിറ്റിസൺഷിപ്പ് റൈറ്റ്സ്. നെക്സ്റ്റ് വൺ. സർ, ഇത് പ്രത്യേക ആൾക്കാർക്ക് മാത്രമേ ഉള്ളൂ? അതെ. അതായത് അവരുടെ പാരന്റ്സോ ഇനി ആ ഒരു വ്യക്തിയോ. ഇപ്പോ നമ്മള് വളരെ റീസെന്റ് ആയിട്ട് പാർലമെന്റിലുള്ള ഒരു ടോക്ക്, അതായത് പാർലമെന്റിലെ നിലവിലുള്ള എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്റ്റർ പറഞ്ഞു, ഏകദേശം 11 ലക്ഷത്തോളം ആളുകൾ കഴിഞ്ഞ 6 വർഷത്തിനടുത്ത്
അവർ ഇന്ത്യൻ പൗരത്വം ഉപേക്ഷിച്ചുകൊണ്ട് മറ്റു പല രാജ്യങ്ങളുടെയും പൗരത്വം എടുത്തു. പ്രധാനമായിട്ടും അമേരിക്ക, UK, ദെൻ മറ്റു ഫോറിൻ കൺട്രീസിന്റെ പൗരത്വം അവർ ഏറ്റെടുത്തു. കാരണം അവരുടെ ജോലി ആവശ്യാർത്ഥം, ബെറ്റർ എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റി, ബെറ്റർ ലൈഫ്, ജീവിത സാഹചര്യങ്ങൾ, സ്റ്റാൻഡേർഡ് ഓഫ് ലൈഫ്, ഇങ്ങനെല്ലാം ഉദ്ദേശിച്ചുകൊണ്ട് അവർ ഇന്ത്യൻ പൗരത്വം ഉപേക്ഷിച്ചുകൊണ്ട് മറ്റു രാജ്യങ്ങളിലെ പൗരത്വം എടുത്തു. അപ്പൊ അവരും പേഴ്സൺ ഓഫ് ഇന്ത്യൻ ഒറിജിൻ ആണ്. അപ്പോ ആ ഒരു വ്യക്തിയോ അല്ലെങ്കിൽ ആ വ്യക്തിയുടെ പാരന്റ്, അല്ലെങ്കിൽ ആ വ്യക്തിയുടെ ഗ്രാൻഡ് പാരന്റ്സ്, ഈ ആളുകൾ മുമ്പ് ഇന്ത്യൻ പൗരനായിരിക്കുന്ന ആളുകൾക്ക് കിട്ടുന്ന റൈറ്റ്സ് ആണ് ആർട്ടിക്കിൾ 8 പറഞ്ഞിട്ടുള്ള പേഴ്സൺ ഓഫ് ഇന്ത്യൻ ഒറിജിൻ. വളരെ സ്പെസിഫിക് ആണ്. ചോദിച്ചോളൂ, മനസ്സിലായോ? യെസ് സർ. Then Article 9. ഫോറിൻ സിറ്റിസൺഷിപ്പ് എടുത്ത ഇന്ത്യയുടെ പൗരത്വം നഷ്ടപ്പെടും. അതെ, ഒരു വ്യക്തി ഫോറിൻ സിറ്റിസൺഷിപ്പ് ഏറ്റെടുത്തു കഴിഞ്ഞാൽ ഇന്ത്യൻ പൗരത്വം നഷ്ടപ്പെടുന്ന ഒരു വ്യവസ്ഥയാണ് ആർട്ടിക്കിൾ 9. എന്താണ് ആർട്ടിക്കിൾ 10? ആർട്ടിക്കിൾ 10 എന്താണ്? ഇന്ത്യൻ സിറ്റിസൺഷിപ്പ് അല്ലാത്തവര് പാർലമെന്റും സ്റ്റേറ്റും ഉണ്ടാക്കുന്ന ലോസ് അനുസരിക്കാൻ ബാധ്യസ്ഥരാണ്. അതെ, ഇന്ത്യൻ പൗരന്മാരായിരിക്കുന്ന എല്ലാ വ്യക്തികളും പാർലമെന്റും സ്റ്റേറ്റ് അസംബ്ലീസും ഉണ്ടാക്കുന്ന നിയമങ്ങൾ അനുസരിക്കാൻ ബാധ്യസ്ഥരാണ് എന്ന് പറയുന്ന ആർട്ടിക്കിൾ ആണ് ആർട്ടിക്കിൾ 10. Then ലാസ്റ്റ് വൺ. പാർലമെന്റ് ആണ് എല്ലാ റൂൾസും റെഗുലേറ്റ് ചെയ്യുന്നത്. അതെ, സിറ്റിസൺഷിപ്പുമായി ബന്ധപ്പെട്ട ഇത്തരം നിയമങ്ങൾ നിർമ്മിച്ചുകൊണ്ട് നിയന്ത്രിക്കുന്ന ഒരു അധികാര ശ്രേണി എന്ന് പറയുന്നത് പാർലമെന്റ് ആണ് എന്നാണ് ആർട്ടിക്കിൾ 11 പറയുന്നത്. അപ്പോൾ ഈ ഒരു പവർ ഉപയോഗിച്ചിട്ടാണ് 1955 സെൻട്രൽ ഗവൺമെന്റ് സിറ്റിസൺഷിപ്പ് ആക്ട് 1955 കൊണ്ടുവന്നത്. സിറ്റിസൺഷിപ്പ് ആക്ട് ഓഫ് 1955 കൊണ്ടുവന്നത്. ഓക്കെ, അപ്പോ ഇതിന്റെ അടിസ്ഥാനത്തിൽ 5 മെത്തേഡിലൂടെ ഒരാൾക്ക് ഇന്ത്യൻ പൗരത്വം ലഭിക്കാം. 5 മെത്തേഡിലൂടെ. നമ്മളതിനെ ബ്രാൻഡ് ഇന്ത്യ എന്ന ഷോർട്ട് ഫോമിലൂടെ മനസ്സിലാക്കാം. ബ്രാൻഡ് ഇന്ത്യ, അതായത് ഒരു വ്യക്തിക്ക് ഇന്ത്യൻ ബ്രാൻഡ് ലഭിക്കുന്ന 5 വഴികൾ. ഒരാൾ ഇന്ത്യൻ ആണ്, അതായത് ഇന്ത്യൻ പൗരനാണ്, ഇന്ത്യൻ ബ്രാൻഡ് അവർക്ക് ലഭിക്കുന്ന 5 വഴികളാണ് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. ബ്രാൻഡ്. ഈ ഒരു ബ്രാൻഡിന്റെ ഒരു എക്സ്പാൻഷൻ നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ, B for birth, then R for registration, A for acquiring or incorporation of territory, then N for naturalization, the last D for descent. അപ്പോ ഒരാൾക്ക് ഇന്ത്യൻ ബ്രാൻഡ് ലഭിക്കുന്നത് 5 വഴികളിലൂടെയാണ്. ഫസ്റ്റ് വൺ ബർത്ത്, സെക്കൻഡ് വൺ registration, third one acquiring or incorporation of territory, next one naturalization, the last one descent. ഈ ഒരു വഴികളെ കുറിച്ച് മനസ്സിലായോ? ഈ വാക്കുകൾ എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഞാൻ ഒന്നുകൂടി എക്സ്പ്ലെയിൻ ചെയ്യാം, അപ്പൊ നിങ്ങൾക്ക് ഒന്നുകൂടി മനസ്സിലാവും. അതായത് ഫസ്റ്റ് വൺ ബൈ ബർത്ത്, ഇന്ത്യയിൽ ജനിക്കുന്ന വ്യക്തികൾക്ക് ലഭിക്കുന്ന പൗരത്വ റൈറ്റ്സ്. ഇന്ത്യയിൽ ജനിക്കുന്ന വ്യക്തികൾക്ക് ലഭിക്കുന്ന പൗരത്വ റൈറ്റ്സ്. അപ്പൊ നിലവിൽ ജനിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തികൾക്കും ഇന്ത്യൻ പൗരത്വം ലഭിക്കും. പക്ഷെ അതിൽ കുറച്ച് എക്സെപ്ഷൻ കേസുകളുണ്ട്. ഞാൻ ആ ഒരു കാര്യം കൊണ്ട് പറഞ്ഞുകൊണ്ട് നെക്സ്റ്റ് വേയിലൂടെ പോവാം. അതായത് ഇന്ത്യയിൽ ജനിക്കുന്ന 100% ആളുകൾക്കും ഇന്ത്യ നിലവിൽ എന്ത് കൊടുക്കുന്നില്ല? പൗരത്വം കൊടുക്കുന്നില്ല. ആ എക്സെപ്ഷൻ കേസിൽപ്പെട്ട ആളുകളാണ് ഫസ്റ്റ് വൺ റെഫ്യൂജീസ്, സെക്കൻഡ് വൺ ഫോറിനേഴ്സ്,
തേർഡ് വൺ enemy aliens, ഫോർത്ത് വൺ ഡിപ്ലോമാറ്റ്സ്. അപ്പോ ഇന്ത്യയിൽ ജനിക്കുന്ന എല്ലാ വ്യക്തികൾക്കും 100% ആളുകൾക്കും എന്ത് കൊടുക്കുന്നില്ല? ഇന്ത്യൻ പൗരത്വം കൊടുക്കുന്നില്ല. എന്നാലും 90% ആളുകൾക്കും ഇന്ത്യൻ പൗരത്വം കൊടുക്കുന്നുണ്ട്. ബാക്കി 10% എക്സെപ്ഷൻ കേസുകളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഫസ്റ്റ് വൺ റെഫ്യൂജീസ്, അതായത് ഇന്ത്യയുടെ അയൽ രാജ്യങ്ങളിൽ നിന്നും പൊളിറ്റിക്കലി, എൻവയോൺമെന്റലി അല്ലെങ്കിൽ മറ്റ് റീസൺ കൊണ്ട് ഇന്ത്യയിലേക്ക് കുടിയേറി പാർത്തിരിക്കുന്ന മൈഗ്രൻസ്, റെഫ്യൂജീസ്. ഇപ്പൊ പൊളിറ്റിക്കൽ ക്രൈസിസ് കൊണ്ടോ, എക്സാമ്പിൾ റോഹിംഗ്യാസ്, ഇങ്ങനെ ഒരു വിഭാഗം ആളുകളെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? റോഹിംഗ്യാസ്, ബംഗ്ലാദേശി റെഫ്യൂജീസ്. അതായത് ഈ റോഹിംഗ്യാസ് മ്യാൻമാറിൽ നിന്ന് വന്ന ആളുകളാണ് റോഹിംഗ്യാസ്. പക്ഷെ അവരുടെ ഒറിജിൻ നോക്കുകയാണെങ്കിൽ ബംഗ്ലാദേശാണ്. ശരിയാണ്. അതായത് ആദ്യം ഈ ബംഗ്ലാദേശിൽ നിന്നുള്ള ആളുകൾ മ്യാൻമാറിലേക്ക് കുടിയേറി പാർത്തു. എന്നിട്ട് ഈ റോഹിംഗ്യ എന്ന് പറഞ്ഞ ഒരു വിഭാഗം ആളുകൾ ബംഗ്ലാദേശിൽ നിന്നും മ്യാൻമാറിലേക്ക് കുടിയേറി പാർത്തു. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് നിങ്ങൾ കേട്ട് കാണും, മ്യാൻമാറിലെ ഡെമോക്രാറ്റിക് ഗവൺമെന്റിനെ അട്ടിമറിച്ചുകൊണ്ട് അവിടെ എന്ത് ഭരണം വന്നു? പട്ടാള ഭരണം വന്നു. ആ ഒരു പട്ടാള ഗവൺമെന്റ് അവിടെയുള്ള ഈ റോഹിംഗ്യ കമ്മ്യൂണിറ്റി, പ്രധാനമായിട്ടും മുസ്ലിം കമ്മ്യൂണിറ്റിപ്പെട്ട ആളുകളാണ്. ഈ റോഹിംഗ്യ കമ്മ്യൂണിറ്റിയെ പല രീതിയിൽ ഒരു കമ്മ്യൂണിറ്റി ക്ലെൻസിങ്, അതായത് അവരെ ഉന്മൂലനം ചെയ്യുക എന്നൊക്കെ ഉള്ള ഒരു ക്രൈം അവരുടെ പേരിൽ ചാർത്തുന്നുണ്ട്. അപ്പൊ അത്തരത്തിലുള്ള ഒരു പൊളിറ്റിക്കൽ ക്രൈസിസ് മ്യാൻമാറിലെ ഉണ്ടായ സമയത്ത് അവിടെ നിന്ന് അവർ പല രാജ്യങ്ങളിലേക്കായി വീണ്ടും കുടിയേറി. അവർ ബംഗ്ലാദേശിലേക്ക് പോയി, കുറച്ചാളുകൾ ഇന്ത്യയിലേക്ക് വന്നു. അപ്പൊ ആ വിഭാഗത്തിൽപ്പെട്ട ആളുകളാണ് റോഹിംഗ്യാസ്. വേറെ വിഭാഗം നമുക്ക് പരിശോധിക്കാം, ടിബറ്റൻസിലെ പ്രധാനപ്പെട്ട ഒരു വ്യക്തിയായിരുന്നു, നമുക്ക് അറിയുന്ന ഒരു വ്യക്തിയാണ് ദലൈലാമ. കേട്ടിട്ടുണ്ടോ ഇങ്ങനെ ഒരു വാക്ക്? ദലൈലാമ. ഈ ഒരു ആളെ കുറിച്ചറിയോ? ആരാണ് ദലൈലാമ? ടിബറ്റിന്റെ സ്പിരിച്വൽ ലീഡറും കൂടിയാണ്. ഇന്ത്യയും ചൈനയും 1962 ഒരു യുദ്ധം നടക്കാൻ കാരണം കൂടിയാണ് ഇദ്ദേഹം. കാരണം ടിബറ്റ് ചൈന അക്യൂർ ചെയ്യുന്ന സമയത്ത് അതിനെതിരെ ശബ്ദം ഉയർത്തിയ വ്യക്തിയും കൂടിയായിരുന്നു. അവർ ഇന്ത്യയിൽ അസൈലം എന്ത് ചെയ്തു? ഇന്ത്യ അവർക്ക് അസൈലം കൊടുത്തു. അസൈലം എന്ന് പറയുന്നത് അവർക്ക് ഇന്ത്യയിൽ താമസിക്കുവാനും ബാക്കിയുള്ള സജ്ജീകരണങ്ങളും ചെയ്തു കൊടുത്തു. അപ്പൊ അതുവരെ ഇന്ത്യയുടെ ഭായ് എന്നറിയപ്പെട്ട ചൈന ഇന്ത്യക്കെതിരെ യുദ്ധം പ്രഖ്യാപിച്ചു. അത് 1962 ഇന്ത്യ ചൈന വാർ. അപ്പോ ടിബറ്റൻസ് റെഫ്യൂജീസ് നമുക്ക് പരിചയപ്പെടാം. അപ്പോ ഇത്തരത്തിലുള്ള ഈ റെഫ്യൂജീസ് അവരുടെ മക്കൾക്ക്, അവരുടെ ആ ഒരു പാരന്റ്സിന് ഇന്ത്യയിൽ ജനിക്കുന്ന മക്കൾക്ക് ഇന്ത്യൻ പൗരത്വം ലഭിക്കില്ല. മനസ്സിലായോ? ഇന്ത്യൻ പൗരത്വം ലഭിക്കില്ല. പക്ഷെ ഇതിലൊക്കെ കുറച്ച് എക്സെപ്ഷൻ കേസുകൾ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അതാണ് ഈ 2019 കൊണ്ടുവന്ന ആക്ടിന്റെ മറുവശം കേട്ടോ. ഇതിനെല്ലാം എക്സെപ്ഷൻ കേസുകളുണ്ട്. ജസ്റ്റ് മനസ്സിലാക്കിയിരിക്കുക. അതായത് ഇല്ലീഗൽ മൈഗ്രൻസ് ആയിരിക്കുന്ന ഈ റെഫ്യൂജീസ്, ഇല്ലീഗൽ മൈഗ്രൻസ്. അപ്പൊ നമ്മൾ ഓൾറെഡി ഈ ഒരു റെഫ്യൂജീസിനെ കുറിച്ച് ഡിസ്കസ് ചെയ്തു. അവരെങ്ങനെ ഇല്ലീഗൽ മൈഗ്രൻസ് ആവുന്നത്? പേപ്പേഴ്സ് ഒന്നും കറക്റ്റ് ആയിട്ട് ഇല്ലാതൊക്കെ വരുന്നു. അബ്സല്യൂട്ട്ലി കറക്റ്റ്. അതായത് പ്രോപ്പർ വിസ ഡോക്യുമെന്റ്സോ പാസ്പോർട്ടോ ഇല്ലാതെ നമ്മുടെ രാജ്യത്തേക്ക് കടന്നു വന്ന ഒരു ഫോറിനർ,
അവരെയാണ് നമ്മൾ ഇല്ലീഗൽ മൈഗ്രൻസ് എന്ന് പറയുന്നത്. ആ ഇല്ലീഗൽ മൈഗ്രൻസിൽ പ്രധാനപ്പെട്ട ഒരു വിഭാഗം കൂടിയാണ് റെഫ്യൂജീസ്. ഇത്തരം പൊളിറ്റിക്കൽ ക്രൈസിസോ ഇപ്പോ എൻവയോൺമെന്റൽ ക്രൈസിസ്, ഒരു രാജ്യത്ത് വലിയൊരു ഭൂകമ്പം ഉണ്ടാകുക, അല്ലെങ്കിൽ ഒരു എൻവയോൺമെന്റൽ ഡിസാസ്റ്റർ ഉണ്ടാവുമെന്ന് വിചാരിച്ചു. ആ സമയത്ത് അവർക്ക് പാസ്പോർട്ടോ വിസയോ എടുക്കാനുള്ള സമയമൊന്നും ഉണ്ടാവില്ല. അവർ നേരിട്ട് അവരുടെ സ്വയം രക്ഷാർത്ഥം, അവരുടെയും അവരുടെ ഫാമിലിയുടെയും സ്വയം രക്ഷാർത്ഥം അവർ മറ്റു രാജ്യങ്ങളിലേക്ക് കുടിയേറി പാർക്കും. പക്ഷേ ആ ഒരു ക്രൈസിസ് തീർന്നതിന് ശേഷം നോർമലി അവരുടെ രാജ്യത്തേക്ക് തിരിച്ചു പോകാറാണ് പതിവ്. അപ്പോ പ്രോപ്പർ വിസയോ ഡോക്യുമെന്റ്സോ ഇല്ലാതെ ഇന്ത്യയിൽ കുടിയേറി പാർക്കുന്ന ആളുകളെയാണ് ഇന്ത്യയിൽ കുടിയേറി പാർക്കുന്ന ആളുകളെയാണ് നമ്മൾ ഇല്ലീഗൽ മൈഗ്രൻസ് എന്ന് വിളിക്കുന്നത്. അതിൽപ്പെട്ട ഒരു വലിയ വിഭാഗം ആളുകളാണ് റെഫ്യൂജീസ്. അപ്പോ അവരുടെ മക്കൾക്ക്, ആ പാരന്റ്സിൽ ജനിക്കുന്ന മക്കൾക്ക് ഇന്ത്യൻ പൗരത്വം ലഭിക്കില്ല. അടുത്തതാണ് രജിസ്ട്രേഷൻ. അപ്പൊ നമ്മൾ ആദ്യ വഴി നമ്മൾ മനസ്സിലാക്കി, ബൈ ബർത്ത്. അപ്പൊ ഇന്ത്യയിൽ ജനിക്കുന്ന 100% ആളുകളിൽ നിന്ന് 90% ആളുകൾക്കും ഇന്ത്യൻ പൗരത്വം ലഭിക്കും. 10% എക്സെപ്ഷൻ കേസ് ഞാൻ പറഞ്ഞു. ആ ഒരു 10% എക്സെപ്ഷൻ കേസ് നിങ്ങൾക്ക് മനസ്സിലായോ? നമ്മൾ ആരൊക്കെയാണ് അതിൽ കൗണ്ട് ചെയ്തിരിക്കുന്നത്? Refugees, foreigners, enemy aliens. അതെ, റെഫ്യൂജീസ്, ഫോറിനേഴ്സ്, എനിമി ഏലിയൻസ്. ഒരു ഭാഗം കൂടെ ആളുകളെ നമുക്ക് പരിചയപ്പെടാം. ഫോറിൻ ഡിപ്ലോമാറ്റ്സിന്റെ മക്കൾ. അതായത് ഇന്ത്യയിൽ ഓരോ രാജ്യങ്ങളുടെയും മിഷൻ വർക്ക് ചെയ്യുന്നുണ്ട്. അതായത് ഇന്ത്യയും മറ്റു രാജ്യങ്ങളുമായിട്ടുള്ള നല്ല സൗഹൃദ ബന്ധം സ്ഥാപിക്കാനും വേണ്ടി പല രാജ്യങ്ങളുടെയും ഡിപ്ലോമാറ്റ്സ് ഇന്ത്യയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. ആ ഒരു ഡിപ്ലോമാറ്റ്സ്, അവർക്ക് ജനിക്കുന്ന മക്കൾ, അവർക്കും ഇന്ത്യൻ പൗരത്വം ലഭിക്കില്ല. ആ 10% എക്സെപ്ഷനെയൊക്കെ മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. അടുത്താണ് രജിസ്ട്രേഷൻ. ഇന്ത്യൻ ബ്രാൻഡ് ലഭിക്കുന്ന അടുത്ത മെത്തേഡാണ് രജിസ്ട്രേഷൻ. ആ ഒരു രജിസ്ട്രേഷനിൽ നമ്മൾ പ്രധാനമായിട്ടും എണ്ണപ്പെടാൻ പറ്റുന്ന ഒരു കാര്യമാണ്, അതായത് ഇന്ത്യൻ പൗരനായിരിക്കുന്ന ഒരു വ്യക്തി, ഇന്ത്യൻ പൗരനോ ഇന്ത്യൻ പൗരിയോ ആയിരിക്കുന്ന ഒരു വ്യക്തി, ആ ഒരു വ്യക്തി ഫോറിനർ ആയിരിക്കുന്ന ഒരാളെ വിവാഹം കഴിക്കുകയാണെങ്കിൽ ആ ഫോറിനർ ആയിരിക്കുന്ന ആളുകൾക്ക് ഇന്ത്യൻ പൗരത്വം ലഭിക്കുന്ന ഒരു മെത്തേഡാണ് രജിസ്ട്രേഷൻ. മനസ്സിലായോ? നമുക്ക് എക്സാമ്പിൾ സോണിയാഗാന്ധിയെ കുറിച്ച് മനസ്സിലാക്കാം. സോണിയാഗാന്ധി, അവർ മുമ്പ് ഇറ്റാലിയൻ പൗരിയായിരുന്നു. അവരുടെ ഭർത്താവിന്റെ പേരെന്താണ്? രാജീവ് ഗാന്ധി, അല്ലെ? ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ ആയിരുന്നു അദ്ദേഹം. ഇന്ത്യൻ എയർലൈൻസിൽ പൈലറ്റ് ആയിരിക്കുന്ന സമയത്ത് അവർ ഇറ്റലിയിൽ നിന്നും ഈ സോണിയാഗാന്ധിയെ കണ്ടു, പ്രണയിച്ചു, വിവാഹം കഴിച്ചു, ഇന്ത്യൻ പൗരത്വം എടുക്കാൻ വേണ്ടി പ്രേരിപ്പിച്ചു. അവർ ഇന്ത്യൻ പൗരത്വം എടുത്തു. അപ്പോ ഒരു ഇന്ത്യൻ പൗരനോ ഇന്ത്യൻ പൗരിയോ ആയിരിക്കുന്ന ഒരു വ്യക്തി ഒരു ഫോറിനർ ആയിരിക്കുന്ന ഒരാളെ വിവാഹം കഴിക്കുകയാണെങ്കിൽ ബൈ രജിസ്ട്രേഷൻ എന്നുള്ള മെത്തേഡിലൂടെ അവർക്ക് ഇന്ത്യൻ പൗരത്വം ലഭിക്കും. അടുത്ത വിഭാഗത്തിൽപ്പെട്ട ആളുകളാണ് പേഴ്സൺ ഓഫ് ഇന്ത്യൻ ഒറിജിൻ. നമ്മൾ ആർട്ടിക്കിൾ 8 പറഞ്ഞിട്ടുള്ള പേഴ്സൺ ഓഫ് ഇന്ത്യൻ ഒറിജിൻ. ഇന്ത്യൻ വംശജരായിരിക്കുന്ന ഒരാൾ ഇനി അവർക്ക് നാളെ ഇന്ത്യൻ പൗരത്വം വേണം എന്ന് വിചാരിക്കാം. അവർക്ക് ഇന്ത്യൻ പൗരത്വം ലഭിക്കുന്ന മെത്തേഡാണ് ബൈ രജിസ്ട്രേഷൻ. മനസ്സിലായോ? ഈ രണ്ട് കാര്യത്തെ കുറിച്ച് മനസ്സിലായോ? അങ്ങനെയാണ് ബൈ രജിസ്ട്രേഷൻ എന്നുള്ള മെത്തേഡ് കേട്ടോ. അടുത്തതാണ് അക്യൂറിംഗ് അല്ലെങ്കിൽ ഇൻകോർപ്പറേഷൻ. അക്യൂറിംഗ് ഓർ ഇൻകോർപ്പറേഷൻ ഓഫ് ടെറിട്ടറി. ഭാവിയിൽ ഏതെങ്കിലും ഒരു ഫോറിൻ സ്റ്റേറ്റ് ഇന്ത്യയിൽ ലയിപ്പിക്കുന്ന സമയത്ത് ആ ഒരു ഭാഗത്ത്
ആ ഒരു ഭാഗത്തെ ആളുകൾക്ക് ഇന്ത്യൻ പൗരത്വം ലഭിക്കുന്ന മെത്തേഡാണ് ഏതെന്ന് പറയുന്നത്? സിറ്റിസൺഷിപ്പ് ബൈ അക്വയറിംഗ് ഓർ ഇൻകോർപ്പറേഷൻ ഓഫ് ടെറിട്ടറി. മനസ്സിലായോ? Yes, sir. ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. 2015 ഇന്ത്യൻ ഭരണഘടനയുടെ 100ാം അമെൻമെന്റിലൂടെ ഇന്ത്യയും ബംഗ്ലാദേശുമായി ഒരു പ്രത്യേക എഗ്രിമെന്റ് കൊണ്ടുവന്നു. ലാൻഡ് ബൗണ്ടറി എഗ്രിമെന്റ് എന്നാണ് പറയുന്നത്. ലാൻഡ് ബൗണ്ടറി എഗ്രിമെന്റ് LBA 100 കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെന്റിലൂടെ, അതായത് സെഞ്ചുറി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ അമെൻമെന്റിലെ സെഞ്ചുറി ആയിരുന്നു അത്. ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിൽ കുറച്ച് സ്ഥലങ്ങൾ അങ്ങോട്ട് കൊടുക്കുകയും കുറച്ച് സ്ഥലങ്ങൾ ഇങ്ങോട്ട് വാങ്ങുകയും ഒരു മ്യൂച്വൽ എക്സ്ചേഞ്ച് നടത്തിയ ഒരു എഗ്രിമെന്റ് ആയിരുന്നു LBA, ലാൻഡ് ബൗണ്ടറി എഗ്രിമെന്റ്. ആ ഒരു എഗ്രിമെന്റിലൂടെ ബംഗ്ലാദേശിൽ ഉള്ള ഇന്ത്യൻ എൻക്ലേവ്സ് എന്ന് പറയുന്നത് ചില പോക്കറ്റ്സ്, അതായത് ബംഗ്ലാദേശി ടെറിട്ടറിയിൽ ചെറിയ ചെറിയ ഇന്ത്യൻ പോക്കറ്റ്സുകൾ ഉണ്ടായിരുന്നു. കാരണം ഇന്ത്യൻ പോക്കറ്റ്സ്, നമുക്ക് ഒരു എക്സാമ്പിൾ പറയാം. അതായത് ഒരാളുടെ വീടിന് പുറത്തിറങ്ങി കഴിഞ്ഞാൽ ഒരു ഫോറിൻ രാജ്യത്തേക്ക് ഇറങ്ങുന്നത് പോലെ അവരുടെ വീടിന് ചുറ്റും അല്ലെങ്കിൽ അവരുടെ ഏരിയക്ക് ചുറ്റും ഒരു ഫോറിൻ സ്റ്റേറ്റ്. അപ്പൊ അത്തരം ഒരു സ്ഥലങ്ങളെയാണ് നമ്മൾ എൻക്ലേവ്സ് എന്ന് പറയുക, പോക്കറ്റ്സ്. അപ്പൊ അത്തരം പോക്കറ്റ്സുകൾ ഇന്ത്യയുടെ വിഭജന കാലത്തിന് ശേഷം വലിയ രീതിയിൽ രണ്ട് ഗവൺമെന്റുകൾക്കും, അന്നത്തെ ഈസ്റ്റ് പാകിസ്ഥാൻ ആയിരുന്നു, പിന്നീട് ഏതായി മാറി? ബംഗ്ലാദേശായി മാറി. അപ്പോൾ അന്നത്തെ ഇന്ത്യക്കും ബംഗ്ലാദേശിനും ഒരുപോലെ തലവേദന സൃഷ്ടിച്ച ഒരു കാര്യമായിരുന്നു ഈ എൻക്ലേവ്സ്. ബംഗ്ലാദേശി എൻക്ലേവ്സ് ഇന്ത്യയിലും ഉണ്ടായിരുന്നു. അതായത് ബംഗ്ലാദേശി ആയിരിക്കുന്ന ആളുകളുടെ, അതായത് ബംഗ്ലാദേശി ടെറിട്ടറി ഇന്ത്യയുടെ വെസ്റ്റ് ബംഗാൾ ഏരിയയിലും ആസാം ഏരിയയിലൊക്കെ ഉണ്ടായിരുന്നു. ആ ഒരു ടെറിട്ടറിയിൽ ഈ ഒരു ടെറിട്ടറി തമ്മിലുള്ള മ്യൂച്വൽ എക്സ്ചേഞ്ച്, അതായത് ഇന്ത്യൻ ടെറിട്ടറിയിൽപ്പെട്ട ബംഗ്ലാദേശി സ്ഥലങ്ങൾ ഇന്ത്യയിലേക്ക് എടുക്കുകയും ബംഗ്ലാദേശി ടെറിട്ടറിയിൽപ്പെട്ട ഇന്ത്യൻ സ്ഥലങ്ങളെ ബംഗ്ലാദേശിലേക്ക് കൊടുക്കുകയും ചെയ്ത ഒരു മ്യൂച്വൽ എക്സ്ചേഞ്ച് എഗ്രിമെന്റ് ആണ് LBA 2015. ഇത് മനസ്സിലായോ? Yes, sir. Yes. അപ്പൊ 2015 കൊണ്ടുവന്ന ഈ ഒരു ആക്ടിലൂടെ ബംഗ്ലാദേശി ടെറിട്ടറിയിൽപ്പെട്ട സ്ഥലങ്ങളെ ഇന്ത്യയിലേക്ക് ലയിപ്പിച്ചു. ആ ഒരു ലയനം നടത്തുന്ന സമയത്ത് ആ ഭാഗത്ത് താമസിക്കുന്ന ബംഗ്ലാദേശികൾക്ക് ഇന്ത്യൻ പൗരത്വം ലഭിച്ച മെത്തേഡ് ആയിരുന്നു അക്വയറിംഗ് ഓർ ഇൻകോർപ്പറേഷൻ ഓഫ് ടെറിട്ടറി. മനസ്സിലായോ? ഇനി ഭാവിയിൽ ഏതെങ്കിലും സ്ഥലങ്ങളെ ഇന്ത്യ വാറിലൂടെയോ ഇത്തരം എഗ്രിമെന്റിലൂടെയൊക്കെ ഭാവിയിൽ ഇന്ത്യയിലേക്ക് ഏതെങ്കിലും സ്ഥലം ലയിപ്പിക്കുകയാണെങ്കിൽ ആ സ്ഥലത്തെ ആളുകൾക്കും ഇന്ത്യൻ പൗരത്വം ലഭിക്കുന്ന മെത്തേഡാണ് ഈ പറഞ്ഞിരിക്കുന്ന അക്വയറിംഗ് ഓർ ഇൻകോർപ്പറേഷൻ ഓഫ് ടെറിട്ടറി. അടുത്ത മെത്തേഡാണ് നാച്ചുറലൈസേഷൻ. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തുടർച്ചയായി ഇന്ത്യയിൽ താമസിക്കുന്ന ഒരു ഫോറിനർ, കൃത്യമായ വർഷം പറയുന്നുണ്ട്. അതായത് 14 വർഷത്തിനുള്ളിൽ 12 വർഷം തുടർച്ചയായി ഇന്ത്യയിൽ താമസിക്കുന്ന ഒരു ഫോറിനർ, ആ ഒരു ഫോറിനർ ആയിരിക്കുന്ന വ്യക്തിക്ക് ഇന്ത്യൻ പൗരത്വം ലഭിക്കാനുള്ള ഒരു ക്വാളിഫിക്കേഷൻ ഉണ്ട്. ആ ഒരു ക്വാളിഫിക്കേഷനെ കുറിച്ചിട്ടാണ് ബൈ നാച്ചുറലൈസേഷൻ എന്ന മെത്തേഡിലൂടെ പറയുന്നത്. അപ്പോ 14 വർഷത്തിനുള്ളിൽ 12 വർഷം ഇന്ത്യയിൽ താമസിക്കുന്ന, അതിലും കുറച്ച് സ്പെസിഫിക്കേഷൻ പറയുന്നുണ്ട്. ഈ 12 വർഷത്തിൽ 11 വർഷം ക്യുമുലേറ്റീവ് ആയിട്ട് ഇന്ത്യയിൽ താമസിക്കുകയും ഈ അപ്ലിക്കേഷൻ കൊടുക്കുന്നതിന് തൊട്ട് മുമ്പ് ഒരു വർഷം തുടർച്ചയായി ഇന്ത്യയിൽ താമസിക്കുകയും ചെയ്യുന്ന ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു പ്രൊസീജിയർ പറയുന്നുണ്ട്. പക്ഷെ നിങ്ങൾ അത്രയും ഡീറ്റെയിൽ ആയി പോകണ്ട.
അങ്ങനെ മനസ്സിലാക്കിയാൽ മതി. 14 വർഷത്തിനുള്ളിൽ 12 വർഷം ഇന്ത്യയിൽ തുടർച്ചയായി താമസിക്കുന്ന ഒരു വ്യക്തി, ആ ഒരു വ്യക്തിക്ക് ഇന്ത്യൻ പൗരത്വം ബൈ നാച്ചുറലൈസേഷൻ എന്നുള്ള മെത്തേഡിലൂടെ ഇന്ത്യൻ പൗരത്വം ലഭിക്കാം. അപ്പോ 14 വർഷത്തിനുള്ളിൽ 12 വർഷം തുടർച്ചയായി ഇന്ത്യയിൽ താമസിക്കുന്ന ഒരു വ്യക്തിക്ക് ലഭിക്കുന്ന പൗരത്വമാണ് ബൈ നാച്ചുറലൈസേഷൻ എന്നുള്ള മെത്തേഡ്. അത് മനസ്സിലായോ? ഇവിടെയാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന 2019 കൊണ്ടുവന്ന ആക്ടിലെ പ്രധാനപ്പെട്ട മാറ്റം. ഈ ഒരു 12 വർഷം അല്ലെങ്കിൽ 11+1 ഈ ഒരു വർഷത്തിന്റെ കാര്യത്തിൽ ചില വിഭാഗം ആളുകൾക്ക് കൊടുത്ത റിലാക്സേഷനെ കുറിച്ചിട്ടാണ് നമ്മുടെ ഈ ആക്ട് പറയുന്നത്. വാട്ട് ഈസ് സിറ്റിസൺഷിപ്പ് അമെൻഡ്മെന്റ് ആക്ട് ഓഫ് 2019? റിലാക്സേഷൻ. പറഞ്ഞു. എന്ത് ഡൗട്ട്സ് ഉണ്ടോ? ക്ലിയർ ആയില്ല. ആരെങ്കിലും ചോദ്യം ചോദിച്ചതാണോ? ഡിസന്റിനെ കുറിച്ച് പറഞ്ഞില്ല. ഓക്കെ, ഞാൻ ഈ ഒരു കാര്യം ജസ്റ്റ് ഒന്ന് പറഞ്ഞതിന് ശേഷം ഡിസന്റിലേക്ക് തിരിച്ചു വരാം. ഓക്കെ സർ. ഓക്കെ, അപ്പോ ഈ ഒരു 12 വർഷം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കാര്യത്തിൽ 5 വർഷം തുടർച്ചയായി താമസിക്കുന്ന ആളുകൾക്ക് ഒരു റിലാക്സേഷൻ കൊടുക്കുന്നതാണ് ഈ 2019 കൊണ്ടുവന്ന അമെൻഡ്മെന്റ് ആക്ട്. നമുക്ക് ഡീറ്റെയിൽ ആയി സംസാരിക്കാം. അടുത്ത ഡിസന്റും കൂടി പറഞ്ഞ ശേഷം ഈ ഒരു കാര്യം വൈൻഡപ്പ് ചെയ്യാം. അപ്പോ ബർത്തിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു, രജിസ്ട്രേഷനെ കുറിച്ച് പറഞ്ഞു, അക്യൂറിംഗ് ഓർ ഇൻകോർപ്പറേഷൻ ഓഫ് ടെറിട്ടറിയെ കുറിച്ച് പറഞ്ഞു, നാച്ചുറലൈസേഷനെ കുറിച്ച് പറഞ്ഞു. ദെൻ ലാസ്റ്റ് വൺ ഡിസെന്റ്. ഡിസെന്റ് എന്ന് പറയുന്നത് ഇന്ത്യൻ പൗരനായിരിക്കുന്ന ഒരു വ്യക്തിക്ക് ഒരു ഫോറിൻ കൺട്രിയിൽ ഒരു കുട്ടി ജനിക്കാന്ന് വിചാരിച്ചു. ആ ഒരു കുട്ടിക്ക് ഇന്ത്യൻ പൗരത്വം ലഭിക്കുന്ന മെത്തേഡാണ് ബൈ ഡിസെന്റ്. ഡിസെന്റ് എന്ന് പറയുന്നത് വംശം എന്നാട്ടോ, വംശം. വെരി എക്സാമ്പിൾ, നമ്മൾ ഇപ്പോ നമ്മുടെ പാരൻസോ അല്ലെങ്കിൽ ബ്രദേഴ്സ്, സിസ്റ്റേഴ്സ്, ഇവരെല്ലാം ഫോറിൻ കൺട്രിയിൽ വർക്ക് ചെയ്യാനോ അല്ലെങ്കിൽ മറ്റു പല കാര്യങ്ങൾക്കായി പോകാറുണ്ട് അല്ലെ? ജോലി ആവശ്യാർത്ഥം ഗൾഫിൽ പോകുന്ന ആളുകളുണ്ട്, ജോലി ആവശ്യാർത്ഥം മറ്റ് ഫോറിൻ കൺട്രീസിൽ UK, USA ഇവരൊക്കെ പോകുന്ന ആളുകളുണ്ട്, ഫാമിലിയായി താമസിക്കുന്ന ആളുകളുണ്ട്. അപ്പോ അവർക്ക് ആ ഒരു രാജ്യത്ത് ഒരു കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ ആ ഒരു കുട്ടിക്ക് ഇന്ത്യൻ പൗരത്വം ലഭിക്കുന്ന ഒരു മെത്തേഡാണ് ബൈ ഡിസെന്റ്. മനസ്സിലായോ? അതും കുറച്ച് പ്രൊസീജിയേഴ്സ് ഉണ്ട്. പ്രൊസീജിയേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു കുട്ടി ജനിച്ചതിന് ശേഷം ഒരു വർഷത്തിനുള്ളിൽ ആ കൺസേൺഡ് ഫോറിൻ കൺട്രിയിലെ കൺസേൺഡ് ഇന്ത്യൻ കോൺസുലേറ്റിൽ അല്ലെങ്കിൽ ഇന്ത്യൻ എംബസിയിൽ ഒരു വർഷത്തിനുള്ളിൽ ഒരു പേര് രജിസ്റ്റർ ചെയ്തിരിക്കണം. അങ്ങനെ കുറച്ച് പ്രൊസീജിയേഴ്സ് ഉണ്ട്. അപ്പോ ഇതാണ് ഇന്ത്യൻ പൗരത്വം ലഭിക്കുന്ന 5 വഴികൾ. ദ ബ്രാൻഡ് ഇന്ത്യ: ബൈ ബർത്ത്, ബൈ രജിസ്ട്രേഷൻ, ബൈ അക്യൂറിംഗ് ഓർ ഇൻകോർപ്പറേഷൻ ഓഫ് ടെറിട്ടറി, നാച്ചുറലൈസേഷൻ, ദ ലാസ്റ്റ് വൺ ബൈ ഡിസെന്റ്. ഇതിൽ ആർക്കെങ്കിലും ഡൗട്ട്സ് ഉണ്ട് ചോദിച്ചോളൂ. സർ, PDF ലാസ്റ്റ് സെന്റൻസ് ഇല്ലേ, വിമൻ മാരീഡ് ടു കോളോൺ COLന്റെ അർത്ഥം എന്താണെന്ന് പറയാം? സിറ്റിസൺ ഓഫ് ഇന്ത്യ. ഓക്കെ സർ. ഈ കുറച്ച് വർഷങ്ങള് പറഞ്ഞിട്ടുണ്ട്, പക്ഷെ അത് നിങ്ങൾ ഡീറ്റെയിൽ ആയി നോക്കണ്ട. കാരണം ഇതിൽ പലതും എക്സെപ്ഷൻ കേസുകളൊക്കെ ഉണ്ട്. അപ്പോ നമ്മുടെ മെയിൻ എക്സാമിന് മാത്രം, അതായത് സിവിൽ സർവീസ് ചെയ്യാൻ പോകുന്ന ആളുകൾ മാത്രം ഈ വർഷങ്ങളെ കുറിച്ച് ഡീറ്റെയിൽ ആയി നോക്കിയാൽ മതി. നിങ്ങൾ മനസ്സിലാക്കുക, ഇതിന് പല എക്സെപ്ഷൻ കേസുകളുണ്ട് എന്ന് മനസ്സിലാക്കുക കേട്ടോ. ഈ നാച്ചുറലൈസേഷന് അതിന് കൃത്യമായിട്ട് മനസ്സിലാക്കുന്നത് 11+1 കേട്ടോ. 11+1 ടോട്ടൽ 12. ഈ ഒരു കാര്യം മനസ്സിലാക്കുക, ഈ ഒരു വർഷം മനസ്സിലാക്കുക. കാരണം ഈ ഒരു പറഞ്ഞിരിക്കുന്ന വർഷത്തിൽ കൊടുത്തിരിക്കുന്ന റിലാക്സേഷൻ ആണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്ന 2019 ആക്ട്. അപ്പൊ കോൺസ്റ്റിറ്റ്യൂഷൻ പ്രൊവിഷനെ കുറിച്ച് നമ്മൾ
ഇന്ത്യൻ നിയമത്തിലുള്ള സിറ്റിസൺഷിപ്പ് ആക്ടും നമ്മൾ ഡിസ്കസ് ചെയ്തു. എല്ലാവർക്കും മനസ്സിലായി കാണും എന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും വെള്ളപ്പോലെ മനസ്സിലായോ? ഇനി ആർക്കും ഡൗട്ട്സ് ഉണ്ട് ചോദിച്ചോളൂ. മനസ്സിലായല്ലേ? Yes. ആർക്കും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ. ഇനി ഏത് മെത്തേഡിലൂടെ ഇന്ത്യൻ പൗരത്വം ലഭിക്കുന്ന വ്യവസ്ഥ ശരിക്കും സിറ്റിസൺഷിപ്പ് ബൈ രജിസ്ട്രേഷൻ ശരിക്കും 5 മെത്തേഡല്ലേ ഉള്ളത്. പക്ഷെ ഇവിടെ പറഞ്ഞപ്പോൾ 2 3 കണ്ട് മെത്തേഡ് മാത്രമേ പറഞ്ഞുള്ളൂ തോന്നുന്നു. ഓക്കെ. ഞാൻ അത് ഡീറ്റെയിൽ ആയി പോകാത്തത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത്രയും കൂടുതൽ കോംപ്ലിക്കേഷൻ ആക്കണ്ടെന്ന് വെച്ചിട്ടാണ്. അതായത് PIO പെട്ടുന്ന ആളുകൾക്ക് ഇന്ത്യൻ പൗരത്വം ലഭിക്കുന്നത് ബൈ രജിസ്ട്രേഷൻ എന്നുള്ള മെത്തേഡ് ഉണ്ട്. ദെൻ ഈ ഒരാൾ ഇന്ത്യനായിരിക്കുന്ന ഒരു വ്യക്തിയെ മാരി ചെയ്യുന്നതിലൂടെ അവർക്ക് ഇന്ത്യൻ പൗരത്വം ലഭിക്കുന്നുണ്ട്. പിന്നെ 1 വർഷം കഴിഞ്ഞു കഴിഞ്ഞാൽ ബൈ ഡിസെന്റ് എന്നുള്ള മെത്തേഡിൽ 1 വർഷം കഴിഞ്ഞു കഴിഞ്ഞാൽ അതിനുശേഷം ഇന്ത്യൻ പൗരത്വം ലഭിക്കുന്ന മെത്തേഡ്, അങ്ങനെ വ്യത്യസ്ത കാര്യങ്ങൾ ബൈ രജിസ്ട്രേഷനിൽ സൂചിപ്പിക്കുന്നുണ്ട്. ഞാൻ കുറച്ച് എക്സാമ്പിൾ മാത്രമേ പറഞ്ഞുള്ളൂ. ഓക്കെ ആണോ? Yes, sir. Yes, sir. ഓക്കെ. yes sir. യെസ്. അപ്പോൾ നമുക്ക് ഇന്നത്തെ ന്യൂസിലേക്ക് പോവാം. അപ്പോൾ ഈ ഒരു ആക്ടിൽ സിറ്റിസൺഷിപ്പ് ആക്ട് 1955 കൊണ്ടുവന്ന ആക്ടില് 1986 92 2003 2005 2015 ലാസ്റ്റ് 2019 6 തവണ മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. 6 തവണ മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് ഞാൻ പറയുന്നില്ല, കോംപ്ലിക്കേഷൻ ഉണ്ടാക്കും. അപ്പോൾ ഈ ഒരു അമെൻമെന്റ് ആക്ടിലെ ഏറ്റവും നിലവിലുള്ള അവസാനത്തെ 2019 കൊണ്ടുവന്ന മാറ്റമാണ് ഒന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ദ സിറ്റിസൺഷിപ്പ് അമെൻമെന്റ് ആക്ട് ഓഫ് 2019 നമ്മൾ CAA എന്ന് വിളിക്കും. CAA കാരണം പല ന്യൂസുകളിലും CAA, NRC, NPA ഇങ്ങനെയാണ് പറയുന്നത്. അപ്പോൾ CAA എന്ന് പറയുന്നത് സിറ്റിസൺഷിപ്പ് അമെൻമെന്റ് ആക്ട് ഓഫ് 2019. ഈ ഒരു ആക്ടിൽ നമ്മൾ നേരത്തെ കണ്ടിരിക്കുന്ന നാച്ചുറലൈസേഷൻ എന്ന മെത്തേഡിൽ കുറച്ച് വിഭാഗം ആളുകൾക്ക്, ഏതൊക്കെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞിരിക്കുന്ന ആളുകൾ? പാകിസ്ഥാനിൽ നിന്നും ബംഗ്ലാദേശിൽ നിന്നും അഫ്ഗാനിസ്ഥാനിൽ നിന്നും വന്നിരിക്കുന്ന ഹിന്ദു, സിഖ്, ബുദ്ധിസ്റ്റ്, ജെയിൻ, പാഴ്സി ആൻഡ് ക്രിസ്ത്യൻ. ഏതൊക്കെ രാജ്യങ്ങളാണ്? പാകിസ്ഥാൻ. നമ്മുടെ അയൽ രാജ്യങ്ങൾ തന്നെ കേട്ടോ. നമ്മുടെ അയൽ രാജ്യങ്ങൾ തന്നെ പാകിസ്ഥാൻ, ബംഗ്ലാദേശ് ആൻഡ് അഫ്ഗാനിസ്ഥാൻ. നിങ്ങൾ അഖണ്ഡ ഭാരതം എന്നുള്ള ഒരു മെത്തേഡിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ടോ? അഖണ്ഡ ഭാരതം. Yes, sir. 1935 കാലഘട്ടത്തില് ഇന്ത്യയുടെ ടെറിട്ടറിയാണ് നമ്മൾ അഖണ്ഡ ഭാരതം എന്ന് പറയുന്നത്. അഖണ്ഡ ഭാരതത്തിൽപ്പെട്ട പ്രധാനപ്പെട്ട സ്ഥലങ്ങളാണ് പിന്നീട് പല രാജ്യങ്ങളായി മാറി. അതിൽപ്പെട്ട ഏരിയയാണ് പാകിസ്ഥാൻ, ബംഗ്ലാദേശ്, അഫ്ഗാനിസ്ഥാൻ. ഈ രാജ്യങ്ങളിൽ നിന്ന് മുകളിൽ സൂചിപ്പിച്ചിട്ടുള്ള 6 വിഭാഗം ആളുകൾ, ഹിന്ദു, സിഖ്, ബുദ്ധിസ്റ്റ്, ജെയിൻ, പാഴ്സി ആൻഡ് ക്രിസ്ത്യൻ, ഈ കമ്മ്യൂണിറ്റീസിൽപ്പെട്ട ആളുകൾക്ക് ഞാൻ നേരത്തെ പറഞ്ഞു 11 വർഷവും 1 വർഷവും ടോട്ടൽ 12 വർഷത്തെ കുറിച്ച് പറഞ്ഞു. ആ ഒരു വർഷത്തിൽ ഈ വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് ഒരു റിലാക്സേഷൻ കിട്ടുന്നുണ്ട്. എന്ന് വെച്ചാൽ 5+1 എന്ന റിലാക്സേഷൻ ആണ് ഈ രാജ്യങ്ങളിൽ വന്ന ഈ വിഭാഗം ആളുകൾക്ക് കിട്ടുന്നത്. നേരത്തെ പറഞ്ഞിരിക്കുന്നത് 11+1 കേട്ടോ. 11+1. അപ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടും സംശയം കാണും, എന്തുകൊണ്ടാണ് ഈ 11+1 എന്ന് പറയുന്നത്? 12 എന്ന് പറഞ്ഞൂടെ? അല്ലെങ്കിൽ സ്വാഭാവികമായിട്ടും സംശയം കാണും, 5+1 എന്ന് പറയുന്ന കാര്യം എന്താണ്? 6 എന്ന് പറഞ്ഞൂടെ?
അത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു. സ്പെസിഫിക് ആയിട്ട് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് ഞാൻ അതിലേക്ക് കൂടുതൽ ഡീറ്റെയിൽ പോകുന്നില്ല. നിങ്ങൾക്ക് ചില സമയത്ത് കൺഫ്യൂഷൻ ഉണ്ടാവാം. ഡീറ്റെയിൽ പോണോ? നിങ്ങൾക്ക് അറിയണോ? കാര്യങ്ങൾ അറിയണോ? ആ, ഞാൻ ജസ്റ്റ് ഒന്ന് സൂചിപ്പിക്കാം. നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിലും കൺഫ്യൂഷൻ ആവേണ്ട കാര്യമില്ല. അതായത് ഈ 11+1 എന്ന് പറയുന്നത് 14 വർഷത്തിനടുക്ക് ഉള്ള ടോട്ടൽ കാര്യത്തെ കുറിച്ചിട്ടാണ്. അപ്പോൾ ഈ 14 വർഷത്തിനടുക്ക് ഒരു ഫോറിനർ ആയിരിക്കുന്ന ഒരു വ്യക്തി പല സമയങ്ങളിൽ അവരെ രാജ്യം വീണ്ടും സന്ദർശിക്കാം, അല്ലെ? ഒരു രാജ്യത്ത് ഇപ്പോൾ ഒരു ബംഗ്ലാദേശിൽപ്പെട്ടോ അല്ലെങ്കിൽ പാകിസ്ഥാനിൽ നിന്നോ അല്ലെങ്കിൽ മറ്റു രാജ്യങ്ങളിൽ നിന്നോ വരുന്ന ഒരു ഫോറിനർ അവരെ രാജ്യത്തേക്ക് അവർ പല സമയങ്ങളിലും തിരിച്ചു പോകാം. അപ്പൊ ആ ഒരു തിരിച്ചു പോകുന്ന ഡ്യൂറേഷൻ കുറച്ചുകൊണ്ട് ലാസ്റ്റ് 14 വർഷത്തിൽ അവരുടെ രാജ്യത്തേക്ക് പോയ ആ ഡ്യൂറേഷൻ കുറച്ചുകൊണ്ട് 14 വർഷത്തിനുള്ളിൽ 11 വർഷം ഇന്ത്യയിൽ തുടർച്ചയായി താമസിച്ചോ? ഓക്കെ, താമസിച്ചെങ്കിൽ ആ ഫസ്റ്റ് ക്വാളിഫിക്കേഷൻ അവർക്ക് ലഭിക്കും. അതോടൊപ്പം തന്നെ ഈ ഒരു ഇന്ത്യൻ പൗരത്വം ലഭിക്കുന്ന ആ ഒരു ആപ്ലിക്കേഷൻ ഫയൽ ചെയ്യുന്നതിന് തൊട്ട് മുമ്പ് 1 വർഷം അവര് രാജ്യത്തേക്ക് പോകാതെ ഇന്ത്യയിൽ തുടർച്ചയായി താമസിച്ചോ? ആ ഒരു കാര്യമാണ് ഈ ഒരു വർഷം. അങ്ങനെ ടോട്ടൽ 12 വർഷം. ഇത് തന്നെയാണ് ഈ ഭാഗത്തിൽ പറയുന്നത്. മനസ്സിലായോ? അപ്പോ ഞാൻ സൂചിപ്പിച്ചു, ഈ നാച്ചുറലൈസേഷൻ എന്നുള്ള മെത്തേഡിൽ പാകിസ്ഥാനിൽ നിന്നും ബംഗ്ലാദേശിൽ നിന്നും അഫ്ഗാനിസ്ഥാനിൽ നിന്നും വരുന്ന ഹിന്ദു, സിഖ്, ബുദ്ധിസ്റ്റ്, ജെയിൻ, പാഴ്സി ആൻഡ് ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റീസിന് അവർക്ക് കൊടുക്കുന്ന പ്രത്യേക റിലാക്സേഷൻ ആണ് 2019 ഗവൺമെന്റ് കൊണ്ടുവന്ന ആക്ട്. ഓക്കെ, പക്ഷേ ഈ ആക്ടിൽ പല ആളുകളും ഒബ്ജക്ഷൻ ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു. നിലവിൽ സുപ്രീം കോടതിയിൽ ഇതൊരു കേസായി ഫയൽ ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇതിന്റെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ രാജ്യത്ത് പാകിസ്ഥാൻ ആണെങ്കിലും ബംഗ്ലാദേശ് ആണെങ്കിലും അഫ്ഗാനിസ്ഥാൻ ആണെങ്കിലും മറ്റു പല കമ്മ്യൂണിറ്റീസിലും പെട്ട ആളുകളും കൂടെ പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ട്. പ്രധാനമായിട്ടും ഗവൺമെന്റ് ഇത്തരം രാജ്യങ്ങളെ സെലക്ട് ചെയ്യുവാനും പുറമെ തന്നെ ഈ കമ്മ്യൂണിറ്റീസിനെ സെലക്ട് ചെയ്യുവാനും ഗവൺമെന്റ് പറയുന്ന ഒരു കാര്യമാണ് റിലീജിയസ് പെർസിക്യൂഷൻ. അതായത് മതത്തിന്റെ അടിസ്ഥാനത്തിൽ ആ വിഭാഗം ആളുകൾക്ക് ഉണ്ടാവുന്ന പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ. മതത്തിന്റെ അടിസ്ഥാനത്തിൽ പാകിസ്ഥാനിലും ബംഗ്ലാദേശിലും അഫ്ഗാനിസ്ഥാനിലുള്ള ഇതര മതസ്ഥരായിരിക്കുന്ന ആളുകൾക്ക്, പ്രധാനമായിട്ടും ആ രാജ്യങ്ങളിലും മുസ്ലിം ഡോമിനന്റ് ആയിരിക്കുന്ന രാജ്യങ്ങളാണ്, ഇസ്ലാം ഡോമിനന്റ് ആയ രാജ്യങ്ങളാണ്. അപ്പോൾ ഇതര മതസ്ഥരായിരിക്കുന്ന ആളുകൾക്ക് മതത്തിന്റെ അടിസ്ഥാനത്തിലുള്ള പെർസിക്യൂഷൻ അനുഭവിക്കുന്നതുകൊണ്ട് ആ രാജ്യത്തെ ആളുകൾക്ക് ഇന്ത്യയിലേക്ക് മടങ്ങി വരുവാനും ഇന്ത്യൻ പൗരത്വം ലഭിക്കുവാനുള്ള വ്യവസ്ഥയാണ് 2019 ഈ സിറ്റിസൺഷിപ്പ് അമെൻമെന്റ് ആക്ടിലൂടെ കൊണ്ടുവന്നത്. ഓക്കെ, അപ്പോ ഇതിന് പല രീതിയിലുള്ള ആർഗ്യുമെന്റ്സ് ഫേവർ ആയിട്ടും അതിനെ എഗെയിൻസ്റ്റ് ആയിട്ടും പറയുന്നുണ്ട്. ആ ഒരു കാര്യം പറഞ്ഞ ശേഷം നമുക്ക് ഇവിടെ തിരിച്ചു വരാം. വാട്ട് ആർ ദി ആർഗ്യുമെന്റ്സ് ഇൻ ഫേവർ ഓഫ് സിറ്റിസൺഷിപ്പ് അമെൻമെന്റ് ആക്ട്? 2019 കൊണ്ടുവന്ന ഈ ആക്ടിന്റെ ഫേവർ നമുക്ക് ജസ്റ്റ് സൂചിപ്പിക്കാം. ഡിഗ്നിഫൈഡ് ലൈഫ് ഫോർ റെഫ്യൂജീസ്. അപ്പോ തുടർച്ചയായി പല രാജ്യങ്ങളിലും ഇങ്ങനെ നമ്മൾ റെഫ്യൂജീസിന്റെ കാര്യം പറഞ്ഞല്ലോ അല്ലെ? ഈ റെഫ്യൂജീസ് ഇന്ത്യയിൽ തുടർച്ചയായി താമസിക്കുന്ന ആളുകളുണ്ട്. അപ്പോൾ അവർക്ക് ഇന്ത്യൻ പൗരത്വം ലഭിച്ചു കഴിഞ്ഞാൽ അവർക്കൊരു ഡിഗ്നിഫൈഡ് ആയിട്ടുള്ള ലൈഫ് മുന്നോട്ട് നീക്കാം. അതാണ് ഫസ്റ്റ് ഒരു ഫേവർ ആയിട്ടുള്ള ഒരു പോയിന്റ്. അടുത്തത് പ്രൊട്ടക്ഷൻ ഓഫ് റൈറ്റ്സ്. ഈ രാജ്യങ്ങളിൽ ഈ വിഭാഗം ആളുകൾക്ക് അവരുടെ കൾച്ചറൽ ലിംഗ്വിസ്റ്റിക് ആൻഡ് സോഷ്യൽ ഐഡന്റിറ്റിയെ പ്രൊട്ടക്ട് ചെയ്യാനുള്ള
ഒരു വഴി അവർക്ക് ഇന്ത്യൻ പൗരത്വം ലഭിക്കുന്നതിലൂടെ കിട്ടും എന്ന് നമ്മൾ വിശ്വസിക്കുന്നു. അടുത്തായി റിലീഫ് ടു വിക്ടിംസ് ഓഫ് പാർട്ടിഷൻ. ഈ അഖണ്ഡ ഭാരതത്തിൽ നിന്നും വിഭജിച്ച ഈ 3 രാജ്യങ്ങൾ, ഇന്ത്യ, ബംഗ്ലാദേശ്, പാകിസ്ഥാൻ, ഈ രാജ്യങ്ങളിൽ ഉള്ള ജനങ്ങൾക്ക് പാർട്ടിഷന്റെ ആ ഒരു വേദന മാറ്റിക്കൊണ്ട് ഇന്ത്യയിലേക്ക് തിരിച്ചു വരാനുള്ള ഒരു റൈറ്റ്സ് നമുക്ക് ഇതിലൂടെ കിട്ടുന്നുണ്ട്. അപ്പൊ ഇതൊക്കെയാണ് ഈ 2019 ആക്ടിന്റെ, സിറ്റിസൺഷിപ്പ് അമെന്റ്മെന്റ് ആക്ടിന്റെ ഫേവർ ആയിട്ടുള്ള കാര്യങ്ങൾ. ഇനി പല രീതിയിൽ ഫേവറിനേക്കാളും കൂടുതലായിട്ട് എഗെയിൻസ്റ്റ് ആയിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. നമുക്ക് നോക്കാം എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ, ഇറ്റ് ഈസ് എഗെയിൻസ്റ്റ് ദ റൈറ്റ് ടു ഇക്വാലിറ്റി. റൈറ്റ് ടു ഇക്വാലിറ്റി ആർട്ടിക്കിൾ 14 പറയുന്ന കാര്യങ്ങളുണ്ട്. ഒരു കാരണവശാലും സ്റ്റേറ്റ് അതായത് ഗവൺമെന്റ് ആളുകൾക്കിടയിൽ എന്ത് കാണിക്കാൻ പാടില്ല? ഡിസ്ക്രിമിനേഷൻ കാണിക്കാൻ പാടില്ല. അപ്പോൾ ഇങ്ങനൊരു ആക്ട് കൊണ്ടുവന്നതിലൂടെ മുസ്ലിം കമ്മ്യൂണിറ്റിയെ ഈ വിഭാഗത്തിൽ നിന്ന് മാറ്റിയതായി നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ റൈറ്റ് ഇക്വാലിറ്റിക്ക് ഭംഗം വരുത്തുന്ന ഒരു കാര്യമായിട്ടാണ് നമുക്കിതിനെ സൂചിപ്പിക്കാൻ പറ്റുന്നത്. എഗെയിൻസ്റ്റ് റൈറ്റ് ഇക്വാലിറ്റി. നെക്സ്റ്റ് വൺ, വയലേഷൻ ഓഫ് സെക്യുലറിസം. അതായത് ഒരു റിലീജിയസിന്റെ അടിസ്ഥാനത്തിൽ ഇത്തരത്തിലുള്ള നിയമങ്ങൾ ഇന്ത്യയുടെ മതേതരത്തിന് ഭീഷണിയാണ്. Making religion a ground for eligibility for citizenship violates secularism, which is basic feature of Indian Constitution. Secularism എന്ന് പറയുന്നത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ ഒരു ബേസിക് ഫീച്ചർ ആണ്. അത് മാറ്റുവാൻ പാർലമെന്റിന് അധികാരമില്ല എന്ന് പറയുന്നു കേട്ടോ. നെക്സ്റ്റ് വൺ, ഡിസ്ക്രിമിനേറ്ററി ടുവാർഡ്സ് മുസ്ലിംസ്. ഡിസ്ക്രിമിനേറ്ററി ടുവാർഡ്സ് മുസ്ലിംസ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു. അടുത്തതായി നമുക്ക് പറയാൻ പറ്റുന്ന എഗെയിൻസ്റ്റ് ആയിരിക്കുന്ന പോയിന്റ്, exclusion of other persecuted minority groups. Exclusion of other persecuted minority groups. നമ്മൾ 3 രാജ്യത്തെ 6 വിഭാഗം ആളുകളെ കുറിച്ചാണ് പറഞ്ഞത്. 3 രാജ്യങ്ങൾ ഏതൊക്കെയാണ്? പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ, ബംഗ്ലാദേശ്. പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ, ബംഗ്ലാദേശ്. ഇനി ഈ 3 രാജ്യങ്ങളല്ലാതെ ശ്രീലങ്ക, മ്യാൻമാർ, ഈ പറഞ്ഞിരിക്കുന്ന രാജ്യങ്ങളിൽ ഈ വിഭാഗം ഇപ്പോ ഹിന്ദുസ് ആണെങ്കിൽ പോലും പല ആളുകളും എന്ത് ചെയ്യുന്നുണ്ട്? റിലീജിയസ് പെർസിക്യൂഷൻ അനുഭവിക്കുന്നുണ്ട്. അപ്പോ പാകിസ്ഥാനിലും ബംഗ്ലാദേശിലും അഫ്ഗാനിസ്ഥാനിലും മാത്രമല്ല, ശ്രീലങ്ക, ഇനി ഭൂട്ടാൻ, മ്യാൻമാർ, ഈ രാജ്യങ്ങളിലും ആളുകൾ റിലീജിയസ് പെർസിക്യൂഷൻ അനുഭവിക്കുന്നുണ്ട്. ഇനി ഈ പ്രത്യേക കമ്മ്യൂണിറ്റിയെ സെലക്ട് ചെയ്തതിലും പ്രശ്നങ്ങളുണ്ട്. അതായത് പാകിസ്ഥാനിൽ മൈനോറിറ്റീസ് ആയിട്ടുള്ള അഹമ്മദിയാസ് ആൻഡ് ഹസാറാസ്, ഈ പറഞ്ഞിരിക്കുന്ന അഫ്ഗാനിസ്ഥാനിലും പ്രത്യേക വിഭാഗം ആളുകളെയും മുസ്ലിം വിഭാഗത്തിൽപ്പെട്ട ആളുകളും റിലീജിയസ് പെർസിക്യൂഷൻ അനുഭവിക്കുന്നുണ്ട്. അപ്പോ ഈ ഒരു 3 രാജ്യങ്ങളെ സെലക്ട് ചെയ്തതിലും 6 കമ്മ്യൂണിറ്റീസിനെ സെലക്ട് ചെയ്തതിലും പ്രശ്നങ്ങളുണ്ട് എന്നതാണ് ഈ 4ാമത്തെ പോയിന്റ്. അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് നോർത്ത് ഈസ്റ്റ് സ്റ്റേറ്റില് അവിടെയുള്ള കൺസേൺ ആണ്. നോർത്ത് ഈസ്റ്റ് സ്റ്റേറ്റിലെ കൺസേൺ ആണ് അടുത്തായി പറയാൻ പോകുന്നത്. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ നോർത്ത് ഈസ്റ്റ് സ്റ്റേറ്റില് പ്രധാനമായിട്ടും ആസാം, മേഘാലയ, മണിപ്പൂർ, മിസോറാം, ത്രിപുര, അരുണാചൽ പ്രദേശ് പോലെയുള്ള സംസ്ഥാനങ്ങളിൽ, ഈ സംസ്ഥാനങ്ങളിലേക്കാണ് പ്രധാനമായിട്ടും മ്യാൻമാറിൽ നിന്നും ബംഗ്ലാദേശിൽ നിന്നും ആളുകൾ കുടിയേറി പാർത്തത്. അപ്പോ ഇങ്ങനെ റെഫ്യൂജീസ് ആയിരിക്കുന്ന ആളുകൾക്ക് അവർക്ക് ഇന്ത്യൻ പൗരത്വം ലഭിച്ചു കഴിഞ്ഞാൽ ഈ പറഞ്ഞിരിക്കുന്ന സ്ഥലങ്ങളിൽ ഈ നോർത്ത് ഈസ്റ്റ് സ്റ്റേറ്റിലെ ആളുകൾക്ക് പല രീതിയിലുള്ള ഡിസ്അഡ്വാൻറ്റേജസ് നമുക്ക് കാണാൻ പറ്റും. ഡിസ്അഡ്വാൻറ്റേജസ് പ്രധാനമായിട്ടും പൊളിറ്റിക്കൽ ഡിസ്അഡ്വാൻറ്റേജസ്, ദെൻ റിസോഴ്സ് ഡിസ്അഡ്വാൻറ്റേജസ്. അതായത് ഈ ഒരു റിഫ്യൂജീസ് ആയിരിക്കുന്ന ആളുകൾക്ക് ഇന്ത്യൻ പൗരത്വം ലഭിച്ചു കഴിഞ്ഞാൽ അവർക്ക് പല രീതിയിലുള്ള ഇന്ത്യൻ പൗരനായിരിക്കുന്ന വ്യക്തികൾക്ക് കിട്ടുന്ന എല്ലാ ആനുകൂല്യങ്ങളും അവർക്ക് കിട്ടും. അവർക്ക് വോട്ടർ ID കിട്ടും, പൊളിറ്റിക്കൽ കാര്യത്തിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനുള്ള റൈറ്റ്സ് കിട്ടും. അപ്പൊ ഇതൊക്കെ ആ പറഞ്ഞിരിക്കുന്ന ആളുകൾക്ക്,
ഈ നോർത്ത് ഈസ്റ്റ് സ്റ്റേറ്റിലെ ആളുകൾക്ക് അവരുടെ ഐഡന്റിറ്റിയെ ബാധിക്കുന്നു എന്നുള്ള ഒരു പ്രശ്നം അവർക്ക് ഉന്നയിക്കുന്നുണ്ട്. നോർത്ത് ഈസ്റ്റ് സ്റ്റേറ്റിലെ വിഭാഗം ആളുകൾ ഉന്നയിക്കുന്നുണ്ട്. അതും ഒരു പ്രശ്നമാണ്. ദെൻ നെക്സ്റ്റ് വൺ, വയലേഷൻ ഓഫ് ആസാം അക്കോർഡ്. വയലേഷൻ ഓഫ് ആസാം അക്കോർഡ് ഡീറ്റെയിൽ ആയി പറയുന്നില്ല. ഇതിന്റെ ഒരു കട്ട് ഓഫ് ഡേറ്റിനെ കുറിച്ചിട്ടാണ്. ഈ ഡേറ്റ് ആസാം അക്കോർഡിൽ മാർച്ച് 25, 1971 മുമ്പുള്ള ആളുകൾക്ക് പൗരത്വം കൊടുത്തോളൂ, അതിനുശേഷമുള്ള ആളുകൾക്ക് പൗരത്വം കൊടുക്കരുത് എന്നാണ് ആസാം അക്കോർഡിൽ പറയുന്നത്. പക്ഷെ ഈ ഒരു ആക്ടിൽ 2014 വരെയുള്ള ആളുകൾക്ക് ഇന്ത്യൻ പൗരത്വം കിട്ടാം എന്ന് പറഞ്ഞപ്പോൾ അതിൽ വയലേഷൻ ഓഫ് ആസാം അക്കോർഡിനെ കുറിച്ചും ഇതിന്റെ ഒരു അഗെയിൻസ്റ്റ് ആയിട്ടുള്ള ഫീച്ചറാണ്. അങ്ങനെ പല രീതിയിലുള്ള ഫേവർ ആയിട്ടുള്ള ദെൻ എഗെയിൻസ്റ്റ് ആയിട്ടുള്ള ഫീച്ചേഴ്സിനെ കുറിച്ച് രാജ്യം ചർച്ച ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു കാര്യത്തിൽ സെൻട്രൽ ഗവൺമെന്റ് വളരെ റീസെന്റ് ആയിട്ടാണ്, കഴിഞ്ഞ 4 വർഷമായി അവര് പ്രത്യേക റൂൾസോ റെഗുലേഷനോ അവർ കൊണ്ടുവന്നില്ല. ഈയിടെയാണ് അവർ റൂൾസ് എന്ത് ചെയ്തത്, നോട്ടിഫൈ ചെയ്തത്. അപ്പൊ അതിനുശേഷം സുപ്രീം കോടതിയിൽ അതിനെതിരെ കേസ് ഇപ്പൊ നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ ഒരു കാര്യത്തിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ.